ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പാലക്കാട് കഞ്ചിക്കോട്ടെ സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റിന് അതിവേഗം അനുമതി നൽകിയ സർക്കാർ അനുമതിയിലെ സംശയങ്ങൾക്കും അതിവേഗം മറുപടി നൽകേണ്ടേ? ഡിസ്റ്റിലറികൾ വേണ്ട എന്ന നയം നിലനിൽക്കെ 2022-ലെത്തിയ ഒയാസിസിന് വേണ്ടി 2023-ൽ നയം മാറ്റിയോ? കുടിവെള്ളത്തിന് വലയുന്ന കഞ്ചിക്കോട്ട് ബ്രൂവറി വരുമ്പോൾ എവിടെ പരിസ്ഥിതി പഠനം? എത്ര വെള്ളം വേണമെന്ന് പറയാത്ത കമ്പനിക്ക് വാട്ടർ അതോറിറ്റി എവിടെ നിന്നെടുത്ത് വെള്ളം നൽകും? തങ്ങളെ അറിയിച്ചില്ല എന്ന് പറയുന്ന എലപ്പുള്ളി പഞ്ചായത്ത് നാളെ സർക്കാർ തീരുമാനത്തിനെതിരെ പ്രമേയം പാസാക്കുകയാണ്. 24 ഏക്കർ ഭൂമി വാങ്ങുന്നതിൽ ഇടനിലക്കാരനായ അപ്പുക്കുട്ടൻ പറയുന്നു, ബ്രൂവറിക്ക് വേണ്ടിയാണ് ഭൂമിയെന്ന് താൻ അറിഞ്ഞില്ല എന്ന്. മഴനിഴൽ പ്രദേശത്ത് മഴവെള്ളം ശേഖരിച്ച് പ്ലാന്റ് നടത്തുമെന്ന് പറയുന്നവർ കഞ്ചിക്കോട്ടെ ജനത്തെ അപഹസിക്കുകയാണോ? ബ്രൂവറിയിൽ നുരയുകയാണോ വിവാദം? ചർച്ചയിൽ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി, എസ് കെ സജീഷ് CPM പ്രതിനിധി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് BJP പ്രതിനിധി, NV ബാലകൃഷ്ണൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ഞാൻ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് പോവുകയാണ്. ശ്രീമതി കെ രേവതി, ഇപ്പോൾ ശ്രീമതി രേവതി ബാബു, ഇങ്ങനെയൊരു ബ്രൂവറിക്കായി ഇവിടെ സ്ഥലം ഏറ്റെടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ എപ്പോഴാണ്, പഞ്ചായത്ത് എപ്പോഴാണ് അറിഞ്ഞത്? സത്യത്തിൽ 3 ദിവസം മുൻപാണ് പഞ്ചായത്ത് ഈ വിവരം അറിയുന്നത്. ഒരു തരത്തിലും അത്തരം ഒരു അന്വേഷണങ്ങൾ, ഇവിടെ ഒരു പദ്ധതി വരാൻ പോകുന്നു എന്നുള്ള വിവരം പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും അറിഞ്ഞിട്ടില്ല. കാരണം മന്ത്രിസഭാ തീരുമാനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് പോലും അറിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പോലും അറിഞ്ഞിട്ടില്ല. അവരൊക്കെ കഞ്ചിക്കോട് എന്നുള്ള പുതുശ്ശേരി പഞ്ചായത്ത് കേന്ദ്രീകരിച്ചിട്ടാണ് അവരെല്ലാം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പിന്നീടാണ് മനസ്സിലാവുന്നത് കഞ്ചിക്കോടല്ല എലപ്പുള്ളിയാണ് എന്ന്. ഇത് മിനിഞ്ഞാന്ന് ഞാൻ നേരിട്ട് VD സതീശന്, പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. സാറേ, കഞ്ചിക്കോടല്ല എലപ്പുള്ളിയിലുള്ള 6-ാം വാർഡിലുള്ള മണ്ണക്കാട് പ്രദേശത്താണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രതിഷേധത്തെ വഴിതിരിച്ചു വിടാനും ഗവൺമെൻറ് ഒരു തന്ത്രം നോക്കിയതായിരിക്കാം എന്ന് ഞാൻ പറയുകയുണ്ടായി. കാരണം അതുകൊണ്ടാണല്ലോ ഈ ഭരണസമിതി പോലും അറിയുന്നത്, പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അറിയുന്നത് മിനിഞ്ഞാന്ന് കാലത്ത് 11 മണിക്കാണ് വ്യക്തമായിട്ട് ഇന്ന പ്രദേശമാണ് എന്നറിയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അവിടെ ഇങ്ങനൊരു പദ്ധതി വരുമ്പോൾ എന്താണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? ഇപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവ് താങ്കളും വായിച്ചിരിക്കുമല്ലോ രേവതി ബാബു. ആ ഉത്തരവിൽ അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുന്നില്ല, അത് ഉപയോഗിക്കില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയാണ് പദ്ധതിക്ക് ആവശ്യമായ വെള്ളം നൽകുക എന്നും പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ നിങ്ങൾക്കൊരു അവിശ്വാസം? അല്ല, ഉത്തരവ് ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത കാര്യം വെറുതെ കണ്ടു എന്ന് പറയുന്നത് ശരി. അങ്ങനെയെങ്കിൽ ഞാൻ അറിയിക്കുന്നു, നിങ്ങൾ ഈ കാര്യം അറിഞ്ഞിരിക്കും. വെള്ളം അവിടെ നിന്ന് ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യില്ല, ഉപയോഗിക്കില്ല എന്ന് തന്നെയാണ് ഉത്തരവിലുള്ളത്. ഈ വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞാൽ കുന്നങ്കാട്ട് പതിയിൽ നിന്നുള്ള വെള്ളമാണ് എലപ്പുള്ളി പഞ്ചായത്തിൽ ഇപ്പോൾ 50% സ്ഥലത്ത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലമ്പുഴയിൽ നിന്നുള്ള വെള്ളം കൊടുക്കും എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്. അപ്പോൾ മലമ്പുഴയിൽ നിന്ന് പ്രത്യേകം, അതായത് മലമ്പുഴയിലെ വെള്ളം ഇന്ന ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ, കൃഷിക്കും കുടിവെള്ളത്തിനും മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളത് നിലനിൽക്കെ മലമ്പുഴയിലെ വെള്ളം ഉപയോഗിച്ച് ഇത്തരം യൂണിറ്റുകൾ പ്രവർത്തിക്കും എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മലമ്പുഴയിലെ ജനങ്ങളും ഇതിന് ശക്തമായി നേരിടും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. അവിടെ ഒരു കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? അവിടെ എങ്ങനെയാണ് മഴക്കാലത്തും അവിടെ മഴവെള്ള ശേഖരണം നടത്തും എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ 24 ഏക്കർ സ്ഥലമാണല്ലോ അവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ആ 24 ഏക്കർ സ്ഥലത്ത് മാത്രമായി നിന്നുകൊണ്ട് ഈ മഴവെള്ളം ശേഖരിച്ച പദ്ധതി അവിടെ നടപ്പാക്കാനാകുമോ? ഒരിക്കലും സാധ്യമല്ല. മഴ കുറഞ്ഞ ഒരു പ്രദേശമാണ് ആ പ്രദേശം. പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖല എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ള ഏരിയയാണ്. കുറച്ചെങ്കിലും നമ്മുടെ സംസ്ഥാന പാത, അതായത് നമ്മുടെ BPL ജംഗ്ഷൻ മുതൽ ഗോപാലപുരം വരെയുള്ള സംസ്ഥാന പാതയുടെ വലതുവശം കുറച്ച് വെറ്റ് ഏരിയ, നനവുള്ള ഏരിയയും, അതായത് തേനാരി പോലുള്ള ചിറ്റൂർ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശം കുറച്ച് വെറ്റ് ഏരിയയും, അതിൻ്റെ ഇടതുവശം, ഈ റോഡിൻ്റെ ഇടതുവശം ഡ്രൈ ഏരിയയുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നതും അനുഭവപ്പെടുന്നതും. അപ്പോൾ വെറ്റ് ഏരിയയിൽ പോലും
കഴിഞ്ഞ വർഷം രണ്ടാം ക്രോപ്പ് ഉണങ്ങിപ്പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏക്കർ കണക്കിന് കൃഷി കർഷകർ തീ വെച്ച് നശിപ്പിക്കുകയുണ്ടായി. അതായത് ചെറിയ ഒരു നനവ് വെള്ളത്തിനായിട്ട് ലഭ്യമല്ലാത്തത് കൊണ്ട് കതിരായിട്ടുള്ള പാടങ്ങൾ, നെൽക്കതിര് വന്ന പാടങ്ങൾ ഉണങ്ങിപ്പോയപ്പോൾ സങ്കടത്തിലായ കർഷകർ ആ കാഴ്ച കാണാൻ വയ്യാതെ ആ പാടങ്ങൾ മുഴുവൻ തീയിട്ട് നശിപ്പിക്കുകയുണ്ടായി. വെറ്റ് ഏരിയയിൽ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ഡ്രൈ ഏരിയയിലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിച്ചുകൂടെ? പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും 10-12 ലക്ഷം രൂപ ഓൺ ഫണ്ടിൽ നിന്നും ടാങ്കർ ലോറിയിലേക്ക് വെള്ളം കടത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ കമ്പനി തുടങ്ങുന്നതിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്ത് വീടുകളുണ്ട്. ആ വീടുകളിലേക്ക് പോലും ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുത്തിട്ടുള്ള ഒരു പ്രദേശമാണത്. പ്രത്യേകിച്ചിട്ട് ഇതൊരു ഡ്രൈ ഏരിയ ആണ്. ഇവിടെ മഴവെള്ളം കൊണ്ട് ഒരു പ്ലാന്റ് പ്രവർത്തിക്കുക എന്നുള്ളത് ഒട്ടും നടക്കാത്ത കാര്യമാണ്. ശരി, എസ് കെ സജീഷ്, കേട്ടല്ലോ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണമാണ് കണ്ടത്. ഇതിപ്പോൾ പദ്ധതി വരുന്നത് വികസനത്തിന് വേണ്ടി, വികസന വിരോധികളായ പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നു എന്നാണ് ആവർത്തിച്ച് മന്ത്രി, എക്സൈസ് മന്ത്രിയായാലും സർക്കാരായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വികസനം വരുമ്പോൾ ജനത്തിന് വേണ്ടിയിട്ടാണല്ലോ ആത്യന്തികമായി വികസനം. അപ്പോൾ ആ ജനം നിരാകരിക്കുന്ന വികസനം ആ പ്രദേശത്ത് നിർബന്ധപൂർവ്വം നടപ്പാക്കുന്നതിനെ എങ്ങനെ വിശദീകരിക്കും സജീഷ്? ജനങ്ങളെ എതിർത്തുകൊണ്ട് നിർബന്ധപൂർവം ഒരു പദ്ധതി നടപ്പിലാക്കുകയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഒരു പുകമറ സൃഷ്ടിക്കുക, പിന്നെ ജനങ്ങളെ എതിരാക്കാനുള്ള ചില ഭീതികരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. ഇതെല്ലാം കേരളത്തിൽ ഓരോ പദ്ധതിയും വരുമ്പോഴും ആ പദ്ധതിയെ മുടക്കാനായി പ്രതിപക്ഷം സ്വീകരിക്കുന്ന ഒരു നയമാണ്. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, എൻ്റെ വ്യക്തിപരമായി തന്നെ എൻ്റെ സ്ഥലത്തുകൂടെ ഗെയിൽ പൈപ്പ് ലൈൻ കടന്നുപോയിരുന്നു. ഞാനൊരു ദിവസം വീട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു നോട്ടീസ് കണ്ട് വീട്ടിലുള്ളവർ വരെ ഞെട്ടിപ്പോയിരുന്നു. ആ നിലയിലായിരുന്നു പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നത്. എന്നിട്ടെന്തായി? അത്തരത്തിലൊക്കെ ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്നെല്ലാമുള്ള പ്രചാരണം നടത്തും. അതുപോലെ തന്നെയാണ് ഇവിടെ ജലത്തെ ചൂഷണം ചെയ്യുകയാണ് എന്നുള്ള രീതിയിലുള്ള പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു ചൂഷണവും ഉണ്ടാകില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി അതിൻ്റെ രേഖാപരമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ ഇതിനുള്ള പ്രാഥമിക അനുമതി ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. പ്രാരംഭ അംഗീകാരം മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇനി മറ്റെല്ലാം ഇവിടെ ഏത് മേഖലയിലാണെങ്കിലും ആ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ അനുമതിയും ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ എക്സൈസ് വകുപ്പിൻ്റെ ഉൾപ്പെടെയുള്ള അന്തിമ അനുമതി ഇതിന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രാഥമിക അനുമതി ലഭിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ആ പ്രദേശത്ത് ഈ പദ്ധതിയുടെ ഭാഗമായി ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാട്ടർ അതോറിറ്റി നൽകുന്ന ജലം അതിൻ്റെ 5% മാത്രമാണ് അവിടെ പാലക്കാട് ഉപയോഗിക്കുന്നത്. ബാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായി ഇത് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വാട്ടർ അതോറിറ്റിയുമായി അതിൻ്റെ കരാറുണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ മഴവെള്ള സംഭരണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി അവർ ഉൾപ്പെടുത്തും എന്ന് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. അല്ലാതെ നേരിട്ട് ഭൂഗർഭജലമോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റേതെങ്കിലും രീതിയിൽ ജലം ഉപയോഗിക്കില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ പ്രധാനമായും കാണേണ്ടത് ഇവിടെ ഇത്തരമൊരു യൂണിറ്റ് വരുമ്പോൾ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മദ്യമായാലും അതുപോലെ തന്നെ മറ്റ് ആൽക്കഹോൾ ഉൽപ്പന്നങ്ങളായാലും എല്ലാം തന്നെ, എഥനോൾ ഉൾപ്പെടെയുള്ള ആൽക്കഹോൾ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ പുറത്തുനിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ, ഒരു വ്യവസായം എന്നുള്ള നിലയ്ക്ക് അത് ഉൽപ്പാദിപ്പിക്കാനാണ് ഒരു അപേക്ഷ വരുന്നത്. 600 കോടിയുടെ നിക്ഷേപമാണ് അതിൻ്റെ ഭാഗമായി വരുന്നത്. 650ഓളം പേർക്ക് നേരിട്ടും 2000-ലധികം പേർക്ക് പരോക്ഷമായും ജോലി കിട്ടുന്ന ഒരു നിക്ഷേപമാണ്. അതൊരു വ്യവസായമാണ്. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇവിടെ മദ്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇത് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ മദ്യം കേരളത്തിലൂടെ പൈപ്പ് തുറന്നാൽ ഒഴുകുന്നൊരു കമ്പനി ഉണ്ടാക്കുകയാണ് എന്ന് കരുതും. മദ്യം ഇവിടെ ഉൽപ്പാദിപ്പിച്ചാലും അല്ലെങ്കിൽ പുറത്തു നിന്ന് ഈ കമ്പനി തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലേക്ക് വാങ്ങുന്നുണ്ട്. അത് വാങ്ങിക്കഴിഞ്ഞാലുമെല്ലാം കേരളത്തിൽ അത് വാങ്ങാനുള്ള അവകാശം വെബ്കോയ്ക്ക് മാത്രമേ ഉള്ളൂ. വെബ്കോ വാങ്ങി ആവശ്യമുള്ള ഔട്ട്ലെറ്റുകളിലേക്ക്, ബാറുകളിലേക്ക്, മദ്യശാലകളിലേക്കെല്ലാം വെബ്കോയിലൂടെ മാത്രമാണ് കേരളത്തിൽ മദ്യം വിതരണം ചെയ്യുന്നത്. ഇത് കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് അതിൻ്റെ
വിലയിൽ വ്യത്യാസമുണ്ടാകും. മാത്രവുമല്ല, ഇവർ ഈ ആരോപണങ്ങളും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും എല്ലാം ശ്രമിക്കുന്നത് ശരി, തെറ്റിദ്ധാരണ മാറ്റാനുള്ള ഒരു അവസരമാണല്ലോ സജീഷ്. അപ്പോൾ വ്യക്തത വരുത്താം. കർണാടകത്തിലെ കോൺഗ്രസ് നേതാവിന്റെ പ്ലാന്റ് ഉൾപ്പെടെയാണ്. ശരി, ഞാൻ ഇനി ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ സജീഷ്, ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഞാൻ പറയട്ടെ. അതായത് വെള്ളവുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ അവിടെയുള്ള ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യില്ല. ശരി, ആ ഉത്തരവിൽ, സർക്കാർ ഉത്തരവിൽ ഈ പറയുന്ന 18 ലിറ്റർ ആണ് വർഷം 18 ലിറ്റർ മദ്യമാണ് അവിടെ ബ്രൂവറിയിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ എത്ര വെള്ളം ആവശ്യമുണ്ട് എന്ന് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നില്ല. എത്ര വെള്ളം ആവശ്യമായി വരും എന്ന് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതല്ലേ? അപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നീങ്ങുക. ഇനി ഇവർക്ക് 24 ഏക്കർ സ്ഥലമാണ് കൊടുക്കുന്നതെങ്കിൽ ആ 24 ഏക്കർ സ്ഥലത്തു നിന്നും എങ്ങനെയാണ് മഴവെള്ളം ഈ ആവശ്യമായ 18 ലക്ഷം ലിറ്റർ മദ്യത്തിന് ആവശ്യമായ വെള്ളം എത്രത്തോളം ശേഖരിക്കാൻ കഴിയും ഈ 24 ഏക്കറിൽ നിന്ന് എന്നുള്ള ചോദ്യം. വാട്ടർ അതോറിറ്റി നൽകുമെന്ന് പറയുന്ന വെള്ളത്തിന്റെ അളവ് എത്ര? ഇതും അറിയേണ്ടതല്ലേ? വാട്ടർ അതോറിറ്റിക്ക് എല്ലായിടത്തും എല്ലാ ജില്ലകളിലും കൃത്യമായി കുടിവെള്ളം എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുള്ള സംസ്ഥാനമാണിവിടെ. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമായിരിക്കും. പക്ഷെ പാലക്കാട് അത് വരണ്ട ഭൂമിയാണ്, മഴനിഴൽ പ്രദേശത്താണ് ഇങ്ങനെ ഒരു പദ്ധതി വരുന്നത്. അവരുടെ ആശങ്ക അകറ്റണമെങ്കിൽ അവിടേക്ക് വെള്ളം എവിടെ നിന്ന് എത്ര കൊണ്ടുവരുന്നു എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അതൊന്ന്. ഇനി താങ്കൾ പറയുന്നത് വ്യവസായം കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒരു കമ്പനി അല്ല, താങ്കൾ പറഞ്ഞതിൽ നിന്നുള്ള ഉപചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ചോദിച്ച ശേഷം ബാക്കി പറയാം. സജീഷിനോട് ചോദ്യം വ്യക്തത വരുത്താനുള്ള സമയമാണ്. സജീഷ് മാർക്ക് സജീഷ് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇന്നാളെ എന്റെ ഉപചോദ്യം, അതുകൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇതൊരു ചോദ്യമാണോ? ഇതൊരു എസ്സേ അല്ലേ? എത്ര ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞോളൂ. അടുത്ത ചോദ്യം ചോദിക്കാം. ഞാനതിന് മറുപടി പറയാം. അല്ല, സജീഷ് പറയൂ, എത്ര ലിറ്റർ വെള്ളം എന്ന് പറയൂ. ഉത്തരവിൽ എത്ര ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞോളൂ. അടുത്ത ചോദ്യം എനിക്ക് സജീഷിനോടാണ്, അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ചോദിക്കാമെന്ന് പറഞ്ഞത്. ചില കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് വരും. തീർച്ചയായും ചോദ്യം ചെറുതാക്കി ചോദിച്ച് ഉത്തരവും പരമാവധി ചെറുതാക്കി പറഞ്ഞ് നമുക്ക് സമയം കളയാതിരിക്കാമല്ലോ. ഒന്ന്, ഇവിടെ താങ്കൾ ഉൾപ്പെടെ സൂചിപ്പിക്കുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഭാഗമായി വന്നു ചോദ്യം ഞാൻ നീട്ടരുതെന്ന് പറയാൻ കാരണം ചോദ്യത്തിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സംശയങ്ങൾ ജനിപ്പിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അവർക്ക് ഭൂമി കൊടുക്കുന്നതല്ല, അവരുടെ ഭൂമിയിലാണ് വ്യവസായം വരുന്നത്. എങ്ങനെയാണോ മറ്റ് വ്യവസായങ്ങൾ കേരളത്തിൽ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ഒരു വ്യവസായ സംരംഭം അതിൻ്റെ ഭാഗമായി അവരുടെ അപേക്ഷ താങ്കൾ പറഞ്ഞിരുന്നു ഭൂമി അവർക്ക് വിട്ടുകൊടുക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ആളുകൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് വാക്കുകൾക്ക് ഓരോന്നിനും എനിക്ക് കൃത്യമായി അറിയാം. അവിടെയുള്ള 24 ഏക്കറിൽ എങ്ങനെയാണ് അവിടെ മഴവെള്ളം ശേഖരിക്കുക എന്നതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഒരു വർഷം 18 കോടി ലിറ്റർ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ എത്ര വെള്ളം വേണം അവരറിയിച്ചിട്ടുണ്ടോ? ആ വെള്ളം വാട്ടർ അതോറിറ്റിയിൽ നിന്നും എത്ര ലിറ്റർ വെള്ളം കൊടുക്കും? ഇനി മഴവെള്ള സംഭരണിയിൽ എത്ര ലിറ്റർ വെള്ളം ശേഖരിക്കും? ഇനി പറഞ്ഞോളൂ. പറയാം. സ്മൃതി ചർച്ച കഴിഞ്ഞിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. സ്മൃതി അറിയാതെ പറഞ്ഞു. ഞാനതുകൊണ്ടാണ് ചോദ്യം നീട്ടരുതെന്ന് പറഞ്ഞത്. ഇവർക്ക് 24 ഏക്കർ ഭൂമി കൊടുത്ത് അവിടെ നിന്ന് ഇത്രയും വെള്ളം കിട്ടുമോ മഴവെള്ള സംഭരണിയിൽ എന്നായിരുന്നു ചോദ്യം. ഭൂമി കൊടുത്തതല്ല എന്ന് എനിക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. താങ്കൾക്ക് പിന്നീട് വ്യക്തമായിക്കോളും. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വാട്ടർ അതോറിറ്റി തന്നെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് കൊടുക്കുന്ന ജലമുണ്ട്. മലമ്പുഴയിൽ നിന്ന് തന്നെ അതിൻ്റെ കപ്പാസിറ്റിയിൽ ഈ പറഞ്ഞ ആവശ്യങ്ങൾക്ക് 0.0044% വെള്ളം മാത്രമാണ് ഈ പറഞ്ഞ ആവശ്യത്തിന് ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട ആവശ്യം വരും ചില കണക്കുകൾ പ്രകാരം. പിന്നെ ഒരു കാര്യം, ഇതിൽ അവർ തന്നെ അവരുടെ കൃത്യമായി അവരുടെ ഇപ്പം വന്ന അപേക്ഷയുടെ ഭാഗമായി പറയുന്നുണ്ട്, ഞങ്ങൾ സീറോ വേസ്റ്റ് ആണ്. അതായത് അവർ പുറത്തേക്ക് വരുന്ന ജലം ഉൾപ്പെടെ അവർ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കും. അതുകൊണ്ട് ജലം പൂർണ്ണമായി അവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ജലം ഏതെങ്കിലും രീതിയിൽ അവിടെയുള്ള ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിച്ചുകൊണ്ടല്ല. അത് നിയമപരമായി അവർക്ക് ഉപയോഗിക്കാനും കഴിയില്ല. അപേക്ഷ പരിഗണിക്കുമ്പോൾ നിയമപരമായ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ നിലവിലുള്ള എല്ലാ നിയമങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ടും മാത്രം ആണ് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ എന്നതാണ് ഈ പറഞ്ഞ പ്രാഥമികമായ അനുമതിയിലുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഗ്രൗണ്ട് വാട്ടർ എടുക്കാൻ വേണ്ടി പറ്റില്ല. അതില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. രണ്ടാമത്തേത്, ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ എത്ര ലിറ്റർ വേണം അതൊക്കെ കണക്കാക്കി അതിനാവശ്യമായ ജലം കുറഞ്ഞാൽ ഉൽപ്പാദനം കുറയുന്നേ ഉള്ളൂ. അല്ലാതെ ജലം മറ്റേതെങ്കിലും രീതിയിൽ
കണ്ടെത്തി ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടി കഴിയില്ല. ഇതിനാവശ്യമായ ഉൽപ്പാദനത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഒരു കാര്യം, ഇത്രയും ലിറ്റർ മദ്യം ഈ പറഞ്ഞ ആൽക്കഹോളും എഥനോളും എല്ലാം തന്നെ കേരളത്തിൻ്റെ പുറത്തുനിന്നാണ് വരുന്നത്. ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ പുറത്തുനിന്നാണ്. കേരളത്തിന്റെ പുറത്ത് നിന്ന് ഇതേ കമ്പനിയുടെ ഉൽപ്പന്നം കേരളത്തിൽ വാങ്ങുന്നുണ്ട്. പക്ഷെ അങ്ങനെ വാങ്ങുമ്പോൾ ഇവിടെ ഈ സമരം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വലിയൊരളവ് വരുന്നത് കോൺഗ്രസ് നേതാവിന്റെ കർണാടകത്തിലുള്ള കമ്പനിയിൽ നിന്നാണ്, ശ്രീ ജോണിന്റെ കമ്പനിയിൽ നിന്നാണ്. അപ്പോൾ അത് അവിടെ എന്തെങ്കിലും നഷ്ടം ഉണ്ടാകും എന്ന് കരുതിയിട്ടാണോ ഇവിടെ ഈ ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് പറയാൻ പറ്റുമെങ്കിൽ അതിന് മറുപടി പറയട്ടെ. കർണാടകയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതിന് മറുപടി അവർ പറയട്ടെ. സജീഷ്, എന്റെ സംശയം, ഇപ്പോൾ അവർ സീറോ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് സീറോ വേസ്റ്റ് എന്ന് വിശ്വസിക്കുക, അങ്ങനെയാണോ അതിന്റെ ഒരു രീതി? ഒരു പ്രപ്പോസലുമായി ഒരു കമ്പനി വരുമ്പോൾ അവരുടെ മുൻ പ്രവർത്തനങ്ങൾ എന്ത് എന്നൊരു പരിശോധനയുണ്ടോ? നേരത്തെ ഇപ്പോൾ പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്, ഈ മദ്യനയ വിവാദത്തിൽപ്പെട്ട കമ്പനിയാണ്, അതിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ്. രണ്ടാമത്തെ കാര്യം, പഞ്ചാബിൽ അവരുടെ സ്ഥാപനം അടച്ചുപൂട്ടിയത് എങ്ങനെയാണ്? വ്യാവസായിക വേസ്റ്റ് 4 കിലോമീറ്ററിലധികം വരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ഇട്ട് നശിപ്പിച്ചതിന് ഇവർക്കെതിരെ കേസുണ്ട്. ആ കേസിൽ അവർ തിരിച്ച് കേസ് കൊടുത്തിട്ടില്ല. അവരത് പൂട്ടിപ്പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പരിശോധിച്ചിരുന്നു. അവർ അപ്പോൾ സീറോ വേസ്റ്റ് എന്ന് പറഞ്ഞ ഉടനെ അത് വിശ്വസിക്കുകയാണോ? അത് സീറോ വേസ്റ്റ് ആകുമോ? അങ്ങനെയാണോ ആ കമ്പനി മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ളത്? അവരുടെ മുൻപത്തെ പ്രവർത്തനം പരിശോധിച്ചോ എന്നുള്ള ചോദ്യം. ഇനി അനുമതിയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി പ്രപ്പോസലുമായി വന്നാൽ ഉടനെ ആ കമ്പനിക്ക് അനുമതി നൽകുക എന്നതാണോ സർക്കാരിൻ്റെ നയം? ഈ നയം ഞങ്ങളുടെ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബ്രൂവറി വരുന്നത് എന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞു. അതെങ്ങനെയാണ് ആ മദ്യനയം ഉണ്ടായത് എന്നതാണ് സംശയകരമായി നിൽക്കുന്നത്. 1999 നയം അനുസരിച്ച് ഇവിടെ ഇനി ബ്രൂവറികൾ വേണ്ട, അങ്ങനെ ഒരു സ്റ്റാൻഡിംഗ് ഓർഡർ ഉണ്ടായിരുന്നു. ഡിസ്റ്റിലറികൾ വേണ്ട, ബ്രൂവറിയല്ല, ഡിസ്റ്റിലറികൾ തന്നെ വേണ്ട എന്നൊരു തീരുമാനമായിരുന്നു 99 എടുത്തത്, അല്ലേ? 2022 ഈ കമ്പനി സംസ്ഥാന സർക്കാരിനെ സമീപിക്കുകയാണ്. അതിൻ്റെ മലയാളി പ്രസിഡന്റ് CS വാസുദേവൻ അടക്കം കേരള സർക്കാരിനെ സമീപിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് പറയുന്നു ഞങ്ങളുടെ മദ്യനയം വ്യത്യസ്തമാണ്, ഇവിടെ ഇങ്ങനെയൊരു സാധ്യതയില്ല എന്ന് പറയുമ്പോൾ അവർ മടങ്ങുകയാണ്. അവർ മടങ്ങി തൊട്ടടുത്ത വർഷം 2023 ആകുമ്പോഴേക്കും അവർക്ക് വരാൻ പാകത്തിൽ മദ്യനയം മാറ്റുന്നു. അപ്പോൾ എന്തിൻ്റെ സൂചനയാണ്? വളരെ വേഗത്തിൽ തന്നെ അവർ പിന്നീട് വീണ്ടും വരുന്നു, മുഖ്യമന്ത്രിയെ കാണുന്നു, എക്സൈസ് മന്ത്രിയെ കാണുന്നു, മന്ത്രിസഭ 15 അംഗീകരിക്കുന്നു, 16 ഉത്തരവിറങ്ങുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്പീഡ് നോക്കൂ. ഇതെല്ലാം സംശയകരമാണ്. അത് സംശയകരമല്ല എന്നാണെങ്കിൽ താങ്കൾക്ക് വിശദീകരിക്കാം സജീഷ്. കമ്പനി വന്ന വഴി. ഓക്കെ, താങ്കൾ വീണ്ടും വലിയ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം വിശ്വസിക്കാമോ എന്നാണ് ചോദ്യം. ഇവർ പറയുന്നതൊക്കെ വിശ്വസിക്കാമോ എന്നാണ് ചോദ്യം. ഇത് വിശ്വസിക്കാൻ നമ്മൾ രണ്ടുപേർ നടത്തുന്ന സംഭാഷണമല്ല ഇത്. സീറോ ഡിസ്ചാർജ് എന്ന് അവർ പറയുമ്പോൾ അതിൻ്റെ കൂടെ അവർ ഹാജരാക്കുന്ന 2 സർട്ടിഫിക്കറ്റുകളുണ്ട്. ഒന്ന് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ സർട്ടിഫിക്കറ്റാണ്, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി. ഈ രണ്ടുമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് കേരള സർക്കാർ കൊടുത്തതല്ല, കേന്ദ്ര സർക്കാരാണ് കൊടുത്തിട്ടുള്ളത്. അത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സീറോ ഡിസ്ചാർജ് ആണെന്ന് അവർ പറയുന്നത്. അത് അവിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? കേന്ദ്ര സർക്കാരിൻ്റെ ഈ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി നമുക്ക് അവിശ്വസിക്കേണ്ട ഒരു കാര്യമാണോ? അതുപോലെ തന്നെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നമുക്കറിയാലോ എത്ര ശക്തമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരുടെ അനുമതി എന്ന് പറയുന്നത് ഈ അപേക്ഷയോടൊപ്പം വന്നാൽ അവിശ്വസിക്കണമെന്നാണോ? ഒരു അപേക്ഷയോടൊപ്പം ഇവർ ഹാജരാക്കുന്ന കാര്യങ്ങളുണ്ട്. ഇവർ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഓയിൽ കമ്പനികൾ എഥനോൾ ഉൽപ്പാദനത്തിന് പരിചയസമ്പന്നരായവരുടെ ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടതിൽ ഒരേ ഒരു കമ്പനി ഈ രാജ്യത്ത് ഈ കമ്പനിയേ ഉള്ളൂ. നിങ്ങൾ പറയുന്നുണ്ടോ, പല ആക്ഷേപം ഉന്നയിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പെട്രോളിയം കമ്പനികൾക്ക് ഈ എഥനോൾ നൽകാൻ വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരേ ഒരു കമ്പനി ഈ കമ്പനിയാണ്. പിന്നെ ഇവിടെ അഭിപ്രായ വ്യത്യാസം പറയുകയാണെങ്കിൽ ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ് പറയട്ടെ. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞ മലയാളം. കേന്ദ്ര സർക്കാരിൻ്റെ പെട്രോളിയം കമ്പനികൾ എന്നതിൻ്റെ കുറച്ചുകൂടി മലയാളിവൽക്കരിച്ചാണ് നമ്മൾ പൊതുമേഖലാ എണ്ണ കമ്പനികൾ എന്ന് പറയുന്നത്. അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് കരുതുന്നു. ഹരിയാനയും രാജസ്ഥാനും മധ്യപ്രദേശും UP എല്ലാം ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഈ കമ്പനിയുടെ 10ാമത്തെ കമ്പനിയാണ് വരുന്നത്. 9 പഞ്ചാബിൽ പ്രവർത്തിച്ചതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഡൽഹിയിൽ അറസ്റ്റിലായതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ എണ്ണ കമ്പനികൾ, പൊതുമേഖലാ ഓയിൽ കമ്പനികളുമായി OASISന് ധാരണ ഉണ്ടാക്കി എന്നുള്ള കാര്യം എനിക്കും അറിയാം. അതിങ്ങനെ പരിഹസിച്ച് പറയണ്ട. അപ്പോൾ കേന്ദ്ര സബ്സിഡി കിട്ടും, അപ്പോൾ സർക്കാരിന് തത്വത്തിൽ അംഗീകാരം കൊടുക്കാൻ കഴിയും, സമ്മതിച്ചു. നമ്മളിപ്പോൾ ഇവിടെ ഓയിൽ കമ്പനിയെ കുറിച്ചല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഏത് കമ്പനിയാണ് വരുന്നത്?
ഇതിൻ്റെ 20% ഉപയോഗിക്കുന്നത്. കേന്ദ്ര സർക്കാർ തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് 20% എത്തനോൾ പെട്രോളിൽ ചേർക്കേണ്ടതുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് വൻതോതിൽ. അത് ഈ കമ്പനിയിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇതൊക്കെയാണ്. നിങ്ങൾ പറഞ്ഞ ബ്ലൂവറിയും കാര്യങ്ങളൊന്നും ആദ്യഘട്ടത്തിലില്ല. ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞ എത്തനോൾ ഉൽപ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്, പെട്രോളിയത്തിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പിന്നെ താങ്കൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഈ രാജ്യത്ത് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും അതുപോലെ തന്നെ ഗ്രീൻ ട്രൈബ്യൂണലും എല്ലാം അംഗീകാരം കൊടുത്തിരിക്കുന്നു. മാത്രവുമല്ല 9 കമ്പനികൾ ഇവരുടേത് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നു. അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമുണ്ട്, BJP ഭരിക്കുന്ന സംസ്ഥാനമുണ്ട്, മറ്റിതര ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനമുണ്ട്. അവിടെയൊന്നും ഇവർ പറയുന്നില്ലല്ലോ, അതൊക്കെ പൂട്ടിച്ചു വരട്ടെ. പിന്നെ മാത്രമല്ല, ഇവിടെ നിയമവിരുദ്ധമായി പോയാൽ ഏതെങ്കിലും നിയമം തെറ്റിച്ചു പോകാം എന്ന് ആരോ കരുതുന്നുണ്ടോ? ഒരു നിയമവും തെറ്റിച്ചു പോകില്ല എന്നുള്ളത് കൊണ്ടാണ് നിലവിലുള്ള നിയമങ്ങളും നിബന്ധനകളും നിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ എന്നതാണ് ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള എന്റെ മുഴുവൻ ചോദ്യത്തിനുള്ള മറുപടി കൂടി തരുമോ? 2022 അവർ വരുമ്പോൾ അങ്ങനെ ഒരു നയമില്ലായിരുന്നു. അവർ 2022 അവർ വരുമ്പോൾ നമ്മുടെ നയം ഇവിടെ ഇങ്ങനെ ഡിസ്റ്റിലറികൾ തുടങ്ങാൻ പറ്റില്ല എന്നായിരുന്നു. 2023 അവർക്ക് വരാൻ പാകത്തിൽ ഡിസ്റ്റിലറികൾ തുടങ്ങാം എന്ന രൂപത്തിലേക്ക് നയം മാറ്റുന്നു. ഇതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ്. കേരളത്തിൽ നിലവിൽ 8 ഡിസ്റ്റിലറികളും 10 ബ്ലെൻഡിംഗ് യൂണിറ്റുകളും 2 ബ്രൂവറികളും ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നുമായി ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ വരുന്നത് കൊണ്ടല്ല, ഇവിടെ തന്നെ ഇപ്പോൾ വ്യാവസായിക വികസനത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഉൽപ്പാദന പ്രക്രിയ ഇവിടെ തന്നെ നടക്കണം എന്നതിൻ്റെ കൂടി കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബജറ്റ് ഉൾപ്പെടെ ഈ കാര്യം പരാമർശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം കൂടിയുണ്ട്. ആ ഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ കാർഷിക മേഖലയിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ബ്രോക്കൺ റൈസ്, വെജിറ്റബിൾ വേസ്റ്റ്, മരച്ചീനി, ഗോതമ്പ്, ചോളം, സ്വീറ്റ് പൊട്ടറ്റോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അസംസ്കൃത വസ്തുക്കളായി. ഈ അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനത്തിലുൾപ്പെടെ കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാകും. ഇതെല്ലാം കണ്ടുകൊണ്ട് കർഷകർക്ക് കൂടി സഹായകരമാണ് എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ലിറ്ററിന്റെ മുകളിലുണ്ട്. പറയട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് പ്രതിനിധിയല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് സർവ്വ സ്വാതന്ത്ര്യമായിട്ടല്ലല്ലോ. അവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി രൂപത്തിലുള്ള മറുപടിയാണത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതുകൊണ്ട്. അല്ലല്ല, ഞാൻ കോൺഗ്രസ് പ്രതിനിധിക്കൊന്നും പറയാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകൾ തന്നെയാണ് ഞാൻ പറയുന്നത് എന്നതുപോലെ അവർ പറയുന്നത് അവർ എതിർക്കുന്ന ഞങ്ങളുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നതിനുള്ള ന്യായീകരണങ്ങളാണ്. സമരത്തിൽ ഡിവൈഎഫ് എടുത്ത നിലപാടൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ സജീഷിന്? തീർച്ചയായും നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ ആ നിലപാട് സ്വീകരിച്ചത്, ഞങ്ങൾ ശക്തമായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, സമരവും നടത്തിയിട്ടുണ്ട്. അത് ജലചൂഷണത്തിനെതിരെയാണ്. ഇവിടെ ആ ജലചൂഷണം വരുന്നില്ല എന്നുകൊണ്ടാണ് ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ഇടപെട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്താണ് ഈ തരത്തിൽ കൃത്യമായി കേരളത്തിൽ തന്നെ അതാണ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ തന്നെ വ്യാവസായിക മേഖലയിൽ ഇത്തരം ഉൽപ്പാദന പ്രക്രിയ നടക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃത്യമായി 2022 2023 എല്ലാം ഈ ഉൽപ്പാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട നയപരമായ മാറ്റം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മനോരമയുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കമ്പനിയുടെ അപേക്ഷ ഉണ്ടായിരുന്നു. ആ അപേക്ഷയ്ക്കകത്ത് കാര്യങ്ങൾ പൂർണ്ണമല്ലാത്തതുകൊണ്ടാണ് അവർക്ക് കൊടുക്കാത്തത്. നാളെ മറ്റേതെങ്കിലും കമ്പനി വന്നാലും ഇനി കോൺഗ്രസ് നേതാവ്, ഇപ്പോൾ കർണാടകത്തിലുള്ള കോൺഗ്രസ് നേതാവ് ശ്രീ ജോണിൻ്റെ കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനി തന്നെ വന്ന് ന്യായമായി കൃത്യമായി എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ബ്രൂവറി അല്ല, ബ്രൂവറി 4ാം ഘട്ടത്തിലാണ് ഇതിൽ വരുന്നത്. പിന്നെ ആദ്യമന്ത്രി പറഞ്ഞത് ടെൻഡർ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല, ഇങ്ങോട്ടേക്ക് ഒരു അപേക്ഷയുമായി വരുമ്പോൾ ടെൻഡറിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2 കമ്പനിയുടെ കാര്യമായി പറയുന്നു. അതെ, 2 കമ്പനി ടെൻഡർ അല്ല കൊടുത്തത്, 2 കമ്പനി അപേക്ഷയാണ് കൊടുത്തത്. ശരി, എന്താണ് ടെൻഡർ വിളിക്കാത്തത്? വാക്കുകൾ വളരെ അല്ലല്ല, ടെൻഡർ വിളിക്കാതെ ടെൻഡർ വേണ്ട എന്നെങ്ങനെയാണ് നിശ്ചയിക്കുക? അതെ,
അതെ, അത് താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ പറയാം. കേരളത്തിൽ ഇപ്പോൾ നിലവിൽ 8 ഡിസ്റ്റിലറികളും 10 ബ്ലെൻഡിങ് യൂണിറ്റുകളും 2 ബ്ലൂബറികളും പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇത് ടെൻഡർ വിളിച്ചിട്ടാ? ടെൻഡർ വിളിക്കേണ്ട കാര്യം ഈ കാര്യത്തിലില്ല. ടെൻഡർ വിളിക്കേണ്ട കാര്യമില്ലാത്ത എന്താണ്? ഇതൊരു ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് നേതാവ് പിന്നെ നമ്മുടെ അടൂർ പ്രകാശിന് ഒരു ബാറുണ്ട്, ടെൻഡർ വിളിച്ചിട്ടാ ബാർ കൊടുത്തത്? അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സ്ഥലത്ത് ബാറിനുള്ള സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് അപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അനുവദിക്കും. അതുപോലെ ഇതൊരു വ്യവസായ യൂണിറ്റാണ് ആരംഭിക്കുന്നത്. നിങ്ങൾ 2023 ഒരു നയമാറ്റം വരുത്തിയിരിക്കുന്നു. വളരെ വേഗത്തിൽ എങ്ങനെയാണ് ഇൻഡോറിൽ കിടക്കുന്ന ഈ കമ്പനിക്ക് അറിയാൻ സാധിച്ചത്? നേരത്തെ വന്ന് നിരാശപ്പെട്ടു പോയവർക്ക് പെട്ടെന്ന് എങ്ങനെയാണ് അടുത്ത വർഷമായപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ നയമാറ്റം വന്നു എന്ന് അറിയാൻ സാധിക്കുന്നത്? ഒരു കാര്യം, ഇവർ അവരുടെ പ്രോജക്റ്റുമായി അവർ വരുന്നു. അതുപോലെ മറ്റൊരു പ്രോജക്റ്റുമായി മറ്റൊരു കമ്പനിയും വന്നിട്ടുണ്ട്. ഇവിടെ നയം കൃത്യമായി വ്യാവസായിക മേഖലയുടെ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ച നയം തന്നെയാണ്. ആ നിങ്ങളെ എങ്ങനെയെങ്കിലും വ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല. സർക്കാർ ഇപ്പോൾ പ്രാഥമിക അനുമതി കൊടുത്തില്ല. അല്ല, സ്മൃതിക്ക് ബോധ്യമാകുമെന്നുള്ളൊരു അഭിപ്രായമേ എനിക്കില്ല. ഞാൻ ശ്രമിക്കുന്നത് സ്മൃതിയുടെ ഇടപെടലിൻ്റെ ഇടയിൽ കൂടി ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്ക് എന്തെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതിനുള്ള പരിശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്മൃതി എന്ന് പറയുന്ന തടസ്സത്തിൻ്റെ അപ്പുറത്തേക്കാണ് ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് ഇവിടെ എന്താണ് ഇവര് അങ്ങനെ ഞാനും ഒട്ടും പ്രകോപിക്കപ്പെടുന്നില്ല. കാരണം അത്രയും സംഭവിക്കുന്നതാണ്. പക്ഷേ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. സ്മൃതി വളരെ സംയമനമുള്ള ആളാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കിടക്കട്ടെ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ച് പോകാനുള്ള സ്ഥലമല്ലല്ലോ ചർച്ച. നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മതി സജീഷ്, നമ്മുടെ സമയങ്ങളെ. ഒന്ന് പറയട്ടെ. തീർച്ചയായും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നല്ലവണ്ണം ഒരു പ്രയാസവും ഇവിടെ ഇല്ല. ഒന്ന്, ഇവർ ഈ അപേക്ഷയെല്ലാം ചേർത്തുകൊണ്ട് കോടതിയിൽ പോയാൽ ഇവർക്ക് അംഗീകാരം കിട്ടും. ഇവരുടെ ഈ ക്രൈറ്റീരിയ എല്ലാം കറക്റ്റാണെങ്കിൽ അവർക്ക് അംഗീകാരം ലഭിക്കും. അത് സർക്കാർ കൊടുത്തില്ലെങ്കിൽ ലഭിക്കും. ഇനി ഇവർക്ക് കൊടുത്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് കോടതിയിൽ പോയി തിരുത്തിക്കുകയും ചെയ്യാം. ഞങ്ങൾക്കിതൊന്നും യാതൊരു ഭയവും ഇല്ല. പിന്നെ വേറൊരു കാര്യം, ഇവിടെ UDF ഭരണകാലമല്ല, അടുത്ത നിയമസഭാ സമ്മേളനമാണല്ലോ. ഇവർക്ക് നിയമസഭയിൽ ഉന്നയിക്കരുതോ? ഞങ്ങളെന്താ ഭയപ്പെടുന്നോ? ഇതെല്ലാം വളരെ കൃത്യമായി മാത്രമേ കേരളത്തിൽ നടക്കൂ. അല്ലാതെ UDF കാലം പോലെ അന്നത്തെ KPCC പ്രസിഡന്റ് ശ്രീ VM വാദം പറയുമ്പോൾ ആത്യന്തികമായി ആ നാടിനെ വിശ്വസിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം. അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്നാണ് പ്രധാനം. അവരറിയാതെ പെട്ടെന്നൊരു ഭൂമി അവിടെ ഒരു തുള്ളി വെള്ളം അല്ല, ബോധ്യപ്പെടും. സംശയക്കാര്യത്തിലില്ല. ഒരു തുള്ളി വെള്ളം ഇല്ലെങ്കിൽ 18 കോടി ലിറ്റർ ലിക്കറിന് വെള്ളം എവിടെ നിന്ന് വരുന്നു? അതിന് വാട്ടർ അതോറിറ്റിക്ക് എവിടെ നിന്നാണ് ഈ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഉണ്ടാവുക എന്നൊരു ചോദ്യമുണ്ട്. അതിന് കൃത്യമായ മറുപടി വേണം. അതിലാണ് എത്ര വെള്ളം കൊടുക്കുമെന്നുള്ള മറുപടി സർക്കാരിന്റെ ഭാഗത്ത് പറയേണ്ടത്. വാട്ടർ അതോറിറ്റി വ്യാവസായിക ആവശ്യത്തിന് ഇപ്പൊ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഭരിച്ചു വെച്ച വെള്ളത്തിന്റെ 5% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി വെള്ളം അവിടെ ഉണ്ട്. മലമ്പുഴയിൽ ഉൾപ്പെടെ ഉപയോഗിക്കാൻ ഇതിന് ഉപയോഗിക്കാൻ പാടില്ല, കുടിവെള്ളത്തിന് ഉപയോഗിക്കാനേ പാടുകയുള്ളൂ. അതാണ് നയം, അതാണ് നിയമം. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസിലേക്കാണ് എനിക്ക് മറുപടി. ശ്രീ കൃഷ്ണദാസിൽ നിന്നാണ് വേണ്ടത്. ഇടവേളയ്ക്ക് ശേഷം BJP കേന്ദ്ര സർക്കാരിന്റെ അനുമതിയുള്ള അംഗീകാരമുള്ള കമ്പനി എന്നാവർത്തിച്ച് ഇവിടെ സംസ്ഥാന സർക്കാർ പറയുമ്പോൾ BJP എന്തിനാണ് എലപ്പുള്ളിയിൽ കൊടിനാട്ടിയത്? കമ്പനി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാദമായി ഇവിടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള, പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള ഒരു കമ്പനി ഇവിടെ ഒരു പദ്ധതി തുടങ്ങുമ്പോൾ എന്തിനാണ് BJP എലപ്പുള്ളിയിൽ കൊടിനാട്ടിയത്? ഏതൊരു കമ്പനിയെ സംബന്ധിച്ചും ആ കമ്പനി അതാത് സംസ്ഥാനത്ത് അല്ലെങ്കിൽ അതാത് ജില്ലയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ള അനുമതി പത്രവുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും നേടേണ്ട പഞ്ചായത്ത് മുതൽ മുകളിലേക്കുള്ള എല്ലാ അനുമതികളും അത് നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രവർത്തനത്തിനോ അവിടുത്തെ യൂണിറ്റുകൾക്കോ വേണ്ടി നേടിയിട്ടുള്ള ലൈസൻസോ അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള കത്തുകളോ, കേന്ദ്ര സർക്കാരിൻ്റെ കത്തുകളോ, ഇനി പഞ്ചായത്തുകളുടെ കത്തുകളോ, അതാത് സംസ്ഥാനങ്ങളുടെ കത്തുകളോ, അതൊക്കെ ഈ സംസ്ഥാനത്ത് തുടങ്ങുന്ന ഒരു യൂണിറ്റിന് ബാധകമാണ് എന്ന് പറയുന്ന ആളുകളോട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ കമ്പനിയെ സംബന്ധിച്ച് അവർക്ക്
ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ അനുമതിയുണ്ട്, അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെട്രോളിയം മന്ത്രാലയത്തിന് അനുമതിയുണ്ട്. വളരെ എളുപ്പത്തിൽ വലിയ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെയും ബഹുമാനപ്പെട്ട ഗ്രീൻ ട്രൈബ്യൂണലിനെയും കൂടി ചേർത്ത് വെച്ച് ഞങ്ങൾ വളരെ സുതാര്യമായിട്ടുള്ളൊരു കമ്പനിക്ക് എല്ലാ കേന്ദ്ര ഗവൺമെൻറ് അനുമതിയും കിട്ടിയതിന് ശേഷമുള്ള ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യുന്നത് വളരെ പുണ്യപ്രവൃത്തിയാണ് വ്യവസായത്തിൻ്റെ കാര്യത്തിൽ, ഈ കാര്യത്തിൽ എന്ന് ധരിപ്പിക്കാൻ നടത്തുന്ന പ്രവർത്തനത്തോടും എനിക്ക് നല്ല നമസ്കാരം മാത്രമേ പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട സ്മൃതി, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്, ഇവിടുത്തെ എലപ്പുള്ളി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അവരുടെ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ആ ജില്ലയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ചിറ്റൂർ മേഖലയെ സംബന്ധിച്ച്, പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളടക്കമുള്ള ആളുകൾ നിരന്തരമായി സമരം നടത്തിയത് പ്ലാച്ചിമടയിലെ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജലമൂറ്റലുമായി ആ ജില്ലയെ ബാധിക്കുന്ന കുടിവെള്ള പ്രശ്നവുമായി ചേർന്നുകൊണ്ടാണ്. ആ കമ്പനിക്ക് അത് അടച്ചുപൂട്ടേണ്ടി വന്നു, മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞില്ല. അതിൽ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ആളുകൾക്ക് നാളിതുവരെ കൊടുത്തിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫയലുകൾ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എത്രയോ വർഷങ്ങളായി അവിടുത്തെ ആളുകൾക്ക് അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി അവർ കാത്തു കിടക്കുകയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഗ്രൗണ്ട് വാട്ടർ ഞങ്ങൾ ഉപയോഗിക്കില്ല. ഞങ്ങൾ മലമ്പുഴയിൽ നിന്നുള്ള വെള്ളം വാട്ടർ അതോറിറ്റിയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള നിയമവും അതിനുള്ള സാഹചര്യവും അതിൻ്റെ നടപടിക്രമങ്ങളുമില്ലേ? ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്? മലമ്പുഴയിൽ നിന്നെടുക്കുന്ന വെള്ളം വ്യാവസായിക ആവശ്യത്തിന് കൊടുക്കുമ്പോൾ അത് ഈ കമ്പനിക്ക് കൊടുക്കാം എന്ന് എവിടെ എഴുതി വെച്ചിരിക്കുന്നു? അങ്ങനെ ഉണ്ടോ? ഇനി അതല്ലെങ്കിൽ സർക്കാർ തീരുമാനിക്കട്ടെ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണെന്നത്. സ്മൃതി ആവർത്തിച്ച് ചോദിച്ചല്ലോ എത്ര വെള്ളം കൊടുക്കാൻ കഴിയുമെന്ന്. എന്തെങ്കിലും ഒരു ഉത്തരം ഈ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിക്ക് പറയാൻ കഴിഞ്ഞോ? അപ്പോൾ അത് ആ തരത്തിലുള്ള കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട് എന്നുള്ളതല്ല, വ്യക്തത സർക്കാരിനുണ്ട് ഇതിൽ നടക്കുന്ന അഴിമതിയെ സംബന്ധിച്ച്, ഇതിൽ നടക്കുന്ന തെറ്റായിട്ടുള്ള നടപടികളെ സംബന്ധിച്ച്. ഇപ്പോൾ നേരത്തെ സ്മൃതി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചു. 2022 നിരാകരിച്ച ഒരു നടപടിക്രമം പിന്നീട് 2023 നയം മാറ്റിക്കൊണ്ട് എങ്ങനെ പെട്ടെന്ന് ഈ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായി, അല്ലെങ്കിൽ നടപടിക്രമങ്ങളിൽ മാറ്റമുണ്ടായി? ബഹുമാനപ്പെട്ട സ്മൃതി, 2022 ബജറ്റ് പ്രസംഗത്തിൽ മാർച്ച് 11 ശ്രീ KN ബാലഗോപാലിൻ്റെ ബജറ്റ് പ്രസംഗത്തിൻ്റെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗത്ത് അഗ്രികൾച്ചറൽ സെക്ടറിനെ കോർത്തിണക്കിക്കൊണ്ട് ചില പദ്ധതികളും പരിപാടികളും പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ ആ ബജറ്റ് പ്രസംഗത്തിൻ്റെ 64-ാമത്തെ പാരഗ്രാഫ് മുതൽ 70-ാമത്തെ പാരഗ്രാഫ് വരെയുള്ള അതിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ 64-ാമത്തെ പാരഗ്രാഫിൽ ഒരു കാര്യം അദ്ദേഹം പ്രഖ്യാപിക്കാൻ, steps will be taken to produce value-added products such as ethanol and beverage with low alcoholic content by making use of fruits and various agricultural produces. 2 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അന്ന് നമ്മൾ വിചാരിച്ചത് തിരുവനന്തപുരത്തെ TCRI-യുമായി ചേർന്നുകൊണ്ട് സർക്കാർ ഈ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. സ്മൃതി, നമ്മൾ മനസ്സിലാക്കുന്നത് 2022 ഈ സർക്കാരിനെ ഈ കമ്പനി സമീപിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് 99 ബഹുമാനപ്പെട്ട ശ്രീ EK നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അന്ന് 4 അംഗ സമിതിയെ നിശ്ചയിച്ചുകൊണ്ട് ശ്രീ വിനോദ് റോയും ജോൺ മത്തായും അമിതാഭ് കാന്തും യോഗേഷ് ഗുപ്തയും അടക്കമുള്ള ആളുകളുടെ സമിതിയെ നിശ്ചയിച്ചുകൊണ്ട് ഇനി കൂടുതലായി ബ്രൂവറികൾ അനുവദിക്കണമോ ഡിസ്റ്റിലറികൾ അനുവദിക്കണമോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ പഠിക്കാൻ വേണ്ടി നിശ്ചയിച്ചതിന് ശേഷം അവർ കൊടുത്ത റിപ്പോർട്ടിനെ അപ്പടി അംഗീകരിച്ചുകൊണ്ട് 99 മുതൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ നടപടിക്രമങ്ങൾ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഗവൺമെന്റുകൾ മാറി വന്നു. പല ഗവൺമെന്റുകളും അത് തുടങ്ങാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ UDF-ന്റെ ഗവൺമെന്റ് അടക്കമുള്ള ആളുകൾ ആ നയത്തിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടി തയ്യാറായില്ല. ഇടതുപക്ഷ ഗവൺമെന്റും അതിനിടയിൽ തയ്യാറായിട്ടില്ല. പക്ഷേ ഈ ഗവൺമെന്റ് വന്നപ്പോൾ 2022 മുതൽ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ബജറ്റിൽ ഈ പ്രസംഗം കൊണ്ടുവന്നത് നയപരമായിട്ടുള്ള വ്യതിയാനത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടാണ്. ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ഇതുവഴി കേരളത്തിലെ ഏത് ഫ്രൂട്ട്സ് വ്യവസായത്തിനാണ് മാറ്റമുണ്ടാകാൻ പോകുന്നത്, അതിന്റെ ഗുണം ലഭിക്കാൻ വേണ്ടി പോകുന്നത്? ബ്രോക്കൺ അരിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, ഇതിന്റെ റോ മെറ്റീരിയലായി അവർ ഉപയോഗിക്കുന്നത് ബ്രോക്കൺ അരിയാണെന്നാണ് പറയുന്നത്. കേരളത്തിൽ അങ്ങനെ സർപ്ലസ് ആയ ഒരു അരി ഉൽപ്പാദനം നടക്കുന്നുണ്ടോ? കേരളത്തിലൊക്കെ അരി എവിടെ നിന്നാണ് വരുന്നത്, ഏത് സംസ്ഥാനത്തു നിന്നാണ് വരുന്നത്? അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വളരെ പെട്ടെന്ന് പറ്റിക്കാം, ഈ തരത്തിലുള്ള സൈദ്ധാന്തികപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കാം എന്നാണ് ധരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ കമ്പനി വരുമ്പോൾ ഇതിന് 0 വേസ്റ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല. സ്മൃതി ചോദിച്ചല്ലോ തിരിച്ച്, പഞ്ചാബിൽ ഇതെങ്ങനെയാണ് പൂട്ടിപ്പോയതെന്ന്.
എന്താ ഉത്തരം? ഇവിടെ വരുന്നത് സീറോ വേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഗ്രീൻ ട്രൈബ്യൂണൽ ഏത് കാര്യത്തിലാണ് അനുമതി കൊടുത്തിട്ടുള്ളത്? ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയട്ടെ. എത്തനോൾ ഉൽപാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെട്രോളിയം കമ്പനികൾക്ക് എത്തനോൾ ലഭിക്കുന്നതിനുള്ള അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി അവർ വിളിച്ചിട്ടുള്ള ടെൻഡറോ ഇനി അതല്ല അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷയോ അത് കൊടുക്കുന്ന സമയത്ത് എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അത് കേരളത്തിൽ എത്തനോൾ മാത്രമല്ല മറ്റ് നടപടിക്രമങ്ങൾക്കും അതിനുള്ള ലൈസൻസ് കിട്ടിയിട്ടുണ്ട് എന്ന് പ്രചരിപ്പിക്കാൻ ഈ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കൂ. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെയും NGTയെയും അതുപോലെ തന്നെ ഗ്രീൻ ട്രൈബ്യൂണൽ നടത്തിയിട്ടുള്ള നടപടിക്രമങ്ങളെയും ഒക്കെ കോർത്തിണക്കി ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന സർക്കാർ തുടങ്ങാൻ പോകുന്ന പദ്ധതിക്ക് എല്ലാവിധ അനുമതിയും ലഭിച്ചിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കാൻ അത് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അതിനിടയ്ക്ക് ശ്രീ കൃഷ്ണദാസ് താങ്കൾ പറഞ്ഞു വന്നതിൽ ഒരു ഫാക്ച്വൽ എററുണ്ട്. കൊക്കക്കോളയുടെ കാര്യത്തിൽ 216 കോടി രൂപയുടെ നഷ്ടപരിഹാരം അങ്ങനെ ഒരു കണക്കുണ്ടായിരുന്നല്ലോ, അങ്ങനെ ഈടാക്കാവുന്നതാണ് എന്ന പ്ലാച്ചിമടയിൽ തെളിവെടുപ്പിന് ശേഷം ശുപാർശ ചെയ്തതാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭ നഷ്ടപരിഹാര ട്രൈബ്യൂണലിൽ ബില്ല് പാസാക്കുകയും രാഷ്ട്രപതിയുടെ അനുമതിക്കായി കേന്ദ്രത്തിലേക്ക് അയക്കുകയും ചെയ്തു. ബില്ല് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സംസ്ഥാന സർക്കാരിന് തിരിച്ചയച്ചു. കേന്ദ്രം ഉന്നയിച്ച കാര്യങ്ങളിൽ 2011 തന്നെ സംസ്ഥാന സർക്കാർ 2011 സംസ്ഥാന സർക്കാർ മറുപടി നൽകിയാണ്. ഒടുവിൽ ബിൽ അംഗീകരിക്കാനാകില്ലെന്ന രാഷ്ട്രപതിയുടെ തീർപ്പോടുകൂടി ബില്ല് 2015 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് തിരിച്ചയക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കേന്ദ്രം സംസ്ഥാന സർക്കാരിന് അത് തിരിച്ചയച്ചു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ആ 215 കോടി ഇവിടെ നഷ്ടപരിഹാരം ലഭിക്കേണ്ടവരുടെ അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ അവിടെ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നതിനുള്ള യാഥാർത്ഥ്യം മറച്ചു വെക്കാനാവില്ല. അതിന് മറുപടി ഉണ്ടോ? 2011 ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടത്, 2011 ഇവരടക്കമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്ത ഗവൺമെന്റിലെ അവിടെ അധികാരത്തിലിരുന്നത്. അതിനുശേഷം നാളിതുവരെ ഏതെങ്കിലും ഒരു പേപ്പർ അങ്ങോട്ട് മുന്നോട്ട് പോയോ? ഞാൻ ചോദിക്കുന്നത് അതിപ്പോൾ BJP ഏതോ അനുമതി കൊടുത്തു എന്നൊക്കെ പറയാൻ വേണ്ടി ശ്രമിച്ചാൽ, അല്ലെങ്കിൽ BJPയുടെ ഗവൺമെന്റ് അനുമതി കൊടുത്ത് ഒരു വ്യവസായത്തെ കേരളത്തിലേക്ക് വിട്ടിരിക്കുകയാണ് ഇവിടെ ശക്തമായിട്ടുള്ള തൊഴിലുണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ, അങ്ങനെയൊക്കെ ഇതിനെ പ്രചരിപ്പിക്കുന്ന ആളുകളോട് എന്താ നമുക്ക് പറയാൻ വേണ്ടി കഴിയുക? അതാണ് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി വന്നത്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ പഞ്ചായത്തിൽ ഒരു വ്യവസായം വരാൻ പോകുന്നത് 2 ദിവസം മുൻപാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ എല്ലാ പേപ്പറുകളും പരിശോധിച്ചു, ഞങ്ങൾ അവർക്കുള്ള അനുമതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനു മുൻപ് പരിസ്ഥിതി പഠനത്തെക്കാൾ അപ്പുറത്ത് അവർ പ്രാഥമികമായി നേടേണ്ട ലൈസൻസുകൾ അതാത് ലോക്കൽ ബോഡി മുതൽ മുകളിലേക്കുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വാങ്ങണ്ടേ, നടപടികൾ പൂർത്തീകരിക്കണ്ടേ? അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ അവർ തുടക്കമിടേണ്ടത് എവിടെ നിന്നാണ്? ആ സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ 24 ഏക്കറിൽ പാടമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നിലമാണെങ്കിലും അത് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണോ എന്ന് പരിശോധിക്കപ്പെടണം. അതിനുള്ള അനുമതി അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. അപ്പം അതിന് പ്രാഥമിക അനുമതി കൊടുക്കേണ്ട പഞ്ചായത്ത് പറയുകയാണ് ഞങ്ങൾ 2 ദിവസം മുമ്പാണ് ഈ പ്രശ്നം തന്നെ അറിയുന്നത്, ഈ വിഷയം അറിയുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അനുമതിക്ക് എവിടെയോ ഒരു കള്ളക്കളിയിലൂടെ അതല്ലെങ്കിൽ മറ്റൊരു പിൻവാതിലിലൂടെ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒത്താശയും അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സർക്കാർ ഒരു പിൻവാതിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്. അതിന് എവിടെ നിന്ന് ധൈര്യം കിട്ടുന്നു, എവിടെ നിന്ന് അനുമതി കിട്ടുന്നു, എവിടെ അതിന്റെ പ്രോസസ് നടക്കുന്നു? ഇതാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയേണ്ടത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ഒരാളുടെ കമ്പനി ചൂണ്ടിക്കാണിക്കുക, BJP സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക, കേന്ദ്ര സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക, ഒരു കോടതിയെ തന്നെ മുൾമുനയിൽ നിർത്തിയാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി. NGT എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും അവിടെ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് അനുമതി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന, അതല്ലെങ്കിൽ അത് പരിശോധിച്ച് ഉത്തരം പറയേണ്ട ഒരു കോടതിയെ തന്നെ, ട്രൈബ്യൂണലിനെ തന്നെ വലിയ തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായി ഞങ്ങളുണ്ട്, സർക്കാരുണ്ട്, അതിന്റെ കാരണം NGT അനുമതി കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതൊന്ന് കാണിക്കട്ടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയും ഈ സർക്കാരും. NGTയുടെ അനുമതി ഇവിടെ പാലക്കാട് തുടങ്ങാൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ശ്രീ NV ബാലകൃഷ്ണൻ, ഇപ്പോൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്നും കൂടുതൽ വ്യക്തത വരുത്തുന്ന പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഉത്തരവ് ഇന്നലെ ചർച്ച ചെയ്തതാണ്. ഉത്തരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സജീഷ് പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്? സ്മൃതി, ഈ SK സജീഷ് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ അതൊരു ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സംവാദമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല.
നമ്മൾ കടവല്ലൂർ അന്യോന്യം എന്നൊക്കെ പറയില്ലേ, പരസ്പരം തർക്കിക്കുക. അങ്ങനെ തർക്കിച്ച് ആരും എവിടെയും എത്താതിരിക്കുക. അതായത് വേറൊരർത്ഥത്തിൽ ഈ ഗവൺമെൻറ് പോരായ്മകൾ ആൾ ചൂണ്ടിക്കാണിക്കുന്നത് തടയുന്നതിന് സമയത്തെ മുഴുവൻ ആ നിലയിൽ ഉപയോഗിക്കുക. ഇതാണ് ഇപ്പോൾ സജീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് അത് ആദ്യം തന്നെ പറയുകയാണ്. ഈ ഗ്യാസ് പൈപ്പ് ലൈനിനെ അദ്ദേഹം ഞെട്ടിപ്പോയി ഒരു ദിവസം എന്നാണ് പറയുന്നത്. അദ്ദേഹം വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അത് നോട്ടീസ് കണ്ടു. എൻ്റെ SK സജീഷേ, ഇവിടെ ഈ ഗ്യാസ് പൈപ്പ് ലൈനെതിരായിട്ട് കേരളത്തിൽ ഏറ്റവും ശക്തമായി സമരം നടത്തിയ പാർട്ടിയുടെ പേര് CPIM എന്നാണ്. ഈ ഗ്യാസ് ബോംബിന് മുമ്പിൽ ജീവിക്കണോ എന്ന് ചോദിച്ചിട്ട് CPIM ഇറക്കിയിട്ടുള്ള പ്രചാരവേലകളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഗ്യാസ് പൈപ്പ് ലൈനിനെ മാത്രമല്ല, കേരളത്തിൽ ഇതുപോലുള്ള നിരവധി പ്രവർത്തനം അതെ ഉദ്ഘാടനം ചെയ്യാൻ പോയത് P. രാജീവായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അത് എറണാകുളത്ത്, കോഴിക്കോട് ജില്ലയിലും അതുപോലെ സമരം നടന്നിട്ടുണ്ട്. ഈ സമരം നടത്തിയത് CPIM ആണ്. അതെ ഞാൻ അതിന്റെ മറ്റ് സമയമില്ലാത്തതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് ഞാനത് ചുരുക്കി പറയുന്നു മാത്രം. ഇതുപോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഈ സമരങ്ങളിലാണ് CPIM എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് CPIM എതിർത്ത് സമരം ചെയ്തിട്ടില്ലേ? ഞാൻ CPIMന്റെ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ്. ഞാൻ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ SK സജീഷ് അവിടെ SFIയുടെ പ്രവർത്തകനുമാണ്. അതുകൊണ്ട് നമുക്കിതൊക്കെ അറിയാമല്ലോ. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടുപുറത്തൊരു വർത്താനമുണ്ട്, പേരറിഞ്ഞുകൊണ്ട് എന്താ കുളിയാന്ന് വിളിക്കുക. യഥാർത്ഥത്തിൽ അയാളുടെ പേരെന്താണെന്ന് അറിയാം, എന്നാലും എന്താ കുളിയാന്ന് വിളിച്ച് നശിപ്പിച്ച് കളിയാന്ന് പറയുന്ന ഒരു രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഒരിക്കലും ഒരു ശരിയായ നടപടിയല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന് യോജിച്ചതല്ല എന്ന് SK സജീഷ് ദയവ് ചെയ്ത് മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തമിഴ്നാട്ടിൽ നിങ്ങൾ ദേശീയപാത കടന്നു പോകുന്നത് വയൽ പ്രദേശത്ത് കൂടിയാണ്, അത് കർഷകരുടെ ഭൂമി നഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് വലിയ പ്രക്ഷോഭം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? തമിഴ്നാട്ടിലെ CPIM എന്ന് പറയുന്നത് കേരളത്തിലെ CPIMമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ? അല്ലെങ്കിൽ കേരളത്തിൽ CPIM എന്ന് പറയുന്നത് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടോ? CPIM എന്ന് പറയുന്ന അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് നിങ്ങൾ മാറി കേരളത്തിൽ മാത്രമായ ഒരു പാർട്ടിയായി പ്രഖ്യാപിക്കുകയും അവിടെ മറ്റൊരു നയം അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ സൗകര്യത്തിനനുസരിച്ച് തങ്ങളുടെ വാദങ്ങളെ ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പദ്ധതി വരുമ്പോൾ എന്തിനാണ് ടെൻഡർ വിളിക്കുന്നത്? ഒരു അപേക്ഷ സമർപ്പിച്ചു, അപേക്ഷ ശരിയാണെങ്കിൽ അതിന് പെർമിഷൻ കൊടുക്കും. അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ വ്യവസായം? ഞാൻ ഈ താമസിക്കുന്ന അത്യാവശ്യം ബാർ അനുവദിക്കുന്നതിൽ ടെൻഡറില്ലോ എന്ന് ഞാൻ SK സജീഷിനോട് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളത്, എൻ്റെ വീട്ടിൽ ധാരാളം തെങ്ങുണ്ട്. ഞാൻ ഈ തെങ്ങിലെ കള്ള് ചെത്തിയിട്ട് ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങി ഞാനതങ്ങ് വിറ്റ് കാശാക്കിക്കോട്ടെ, നിങ്ങൾ സമ്മതിക്കുമോ അതിന്? ഞാനൊരു എൻ്റെ ഉപജീവനമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ വ്യവസായ യൂണിറ്റ് നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അനുമതി കിട്ടുമോ? കിട്ടില്ല. കിട്ടാത്തതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അബ്കാരി നയവും ഒരു അബ്കാരി സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ആ നിയമ സംഹിതയ്ക്ക് അനുസരിച്ചേ പറ്റൂ. മദ്യത്തിൻ്റെ വ്യവസായം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മറ്റു വ്യവസായ ബന്ധപ്പെട്ടല്ല. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ 99 ഇതിന് കൂടുതൽ ഇതുപോലുള്ള ബ്രൂവറികളും ഡിസ്റ്റിലറികളും കേരളത്തിൽ ആരംഭിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ്. അതൊരു നയപരമായ നിലപാടാണ്. ആ നയമപരമായ നിലപാട് മാറ്റാൻ പാടില്ലേ? മാറ്റാം. പക്ഷെ മാറ്റുമ്പോൾ അന്നത്തെ നിലപാടിൽ നിന്ന് ഇന്നത്തെ നിലപാടിലേക്ക് വരുന്നതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കുക എന്ന് പറയുന്ന ഒരു ജനാധിപത്യ മര്യാദയാണ്. ഞാൻ SK സജീഷിനോട് ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു നയം മാറ്റം നിങ്ങൾ നടത്തിയിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ടോ? ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. 2018 നിങ്ങൾ 4 ഡിസ്റ്റിലറികൾക്ക് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ ഉയർന്നു വന്നു. അവസാനം അത് മുഖ്യമന്ത്രി പിൻവലിച്ചു. കേരളത്തിലെ അതെ അങ്ങനെ പിൻവലിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൻ്റെ നികുതി സെക്രട്ടറിയോട് ഈ അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിശ്ചിത സമയത്ത് തന്നെ അങ്ങനെ ഒരു റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിലെ എക്സൈസ് വകുപ്പിൻ്റെ കയ്യിൽ അതുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിടാത്തത്? ആ റിപ്പോർട്ട് പുറത്തുവിടാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ, കേരളത്തിൽ പുതിയ ഡിസ്റ്റിലറികളും ബ്രൂവറികളും ഒന്നും ആരംഭിക്കുന്നതിന് അനുമതി കൊടുക്കാൻ പറ്റില്ല എന്നാണ് ആ കമ്മീഷൻ റിപ്പോർട്ട്. ആ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾ പൂഴ്ത്തി വെച്ചുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ നിങ്ങൾ ആളുകളെ മുഴുവൻ വിഡ്ഢികളാക്കല്ല. നിങ്ങൾ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ്, ഞാൻ മറ്റ് പദങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയാണ് ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ അനുമതി ഉണ്ട്. ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ SK സജീഷ്? അതൊരു കോടതിയാണ്. അത് ഓരോ സംവിധാനത്തിന് അനുമതി കൊടുക്കുന്ന ഒരു ഏർപ്പാടല്ല.
ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ ആ തർക്കം പരിശോധിച്ച് അതിൽ തെറ്റും ശരിയും തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്ന നീതിന്യായ സംവിധാനമാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് തീരുമാനമെടുക്കുന്ന ഒരു സാധനമാണ് ഈ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്ന കോടതി. ആ കോടതി എങ്ങനെയാണ് കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്ന ഒരു ബ്രൂവറിക്ക് അഡ്വാൻസ് ആയിട്ട് അനുമതി കൊടുക്കുക? അഡ്വാൻസ് ആയിട്ട് അനുമതി കൊടുത്തു നിങ്ങൾ പറഞ്ഞാൽ എന്തൊരു അസംബന്ധമാണ് സജീഷെ പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളെയൊക്കെ ഇങ്ങനെ വിഡ്ഢികളായിട്ട് ഇത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് സംസാരിക്കുക? അവർക്കൊന്നും യാതൊരു വിവരവുമില്ല. നിങ്ങൾ എന്ത് അസംബന്ധം പറഞ്ഞാലും അതൊക്കെ കേട്ട് അവരങ്ങ് തിരിച്ചു പോയിക്കോളുമെന്ന് ധരിക്കല്ലേ സജീഷിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത്. കാരണം ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കുക. ഒരുപക്ഷെ നിങ്ങളോട് നേരിട്ട് വന്ന് അവർ സംസാരിക്കുന്നുണ്ടാവില്ല, പക്ഷെ അപ്പോഴും അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, അവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങളിപ്പോൾ പറയാണ് എന്താണ് ഭൂഗർഭ ജലം എടുക്കാതെ എത്രയോ 0.0004444% വെള്ളം മാത്രമാണ് വ്യവസായത്തിന് വേണ്ടി നീക്കി വെച്ച വെള്ളം എടുക്കുന്നത്. എൻ്റെ സജീഷെ, ഈ വെള്ളം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ മലമ്പുഴയിലുള്ള വെള്ളം എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യവസായ വകുപ്പിന്റെ ആവശ്യത്തിന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ച് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ടാങ്ക് കെട്ടി അണതിരിച്ച് അതിനകത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ലിറ്റർ കണക്കിന് അളന്നു കൊടുക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ എന്തൊരു അസംബന്ധമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ മലമ്പുഴയിലെ വെള്ളം എന്ന് പറയുന്നത് കുടിവെള്ളത്തിന് ആവശ്യമായ വെള്ളം കൊടുക്കാൻ കഴിയാത്ത ഒരണക്കെട്ടാണ് ഇന്ന് മലമ്പുഴ. നമ്മുടെ മുമ്പിൽ കൃത്യമായ പഠനങ്ങളുണ്ട്. മലമ്പുഴയിൽ നിന്ന് അതിൻ്റെ ആവശ്യക്കാർക്ക് കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്നില്ല. പിന്നെയാണോ അവിടെ നിന്ന് ഈ ബ്രൂവറിക്ക് വേണ്ടി എടുത്തു കൊടുക്കുന്നത്? ഇനി ഞാൻ ചോദിക്കട്ടെ, പ്ലാച്ചിമഴ സമരത്തിൽ ഞങ്ങൾ പങ്കെടുത്തു എന്നൊക്കെ അഭിമാനത്തോടെ ഇപ്പോൾ എസ്.കെ. സജീഷ് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, CPM-ന്റെ നേതൃത്വത്തിലുള്ള പെരുമാട്ടി പഞ്ചായത്താണ് അതിന് അനുമതി കൊടുത്തത്. അതിനെ തുടർന്ന് അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ വന്നു. പ്രക്ഷോഭം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നാട്ടുകാർ മുഴുവൻ, ആളുകൾ മുഴുവൻ മറ്റ് മറുഭാഗത്തേക്ക് പോകുന്നെന്ന് പറഞ്ഞപ്പോൾ പതിവ് പോലെ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പോലെ നിങ്ങൾ ഡിവൈഎഫ്ഐയുടെ കൊടിയൊക്കെ പിടിച്ച് ആ സമരത്തിന് വന്നിട്ടുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട പ്രശ്നമാണ്, ഈ പെരുമാട്ടി പഞ്ചായത്ത് കൊടുത്തിട്ടുള്ള പെർമിഷൻ ഒന്ന് എസ്.കെ. സജീഷ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കുമോ? അതിനകത്തും കൃത്യമായി പറയുന്നുണ്ട് ഭൂഗർഭജലം ഉപയോഗിക്കില്ലെന്ന് പറയുന്നുണ്ട്, ഭൂഗർഭജലം ഉപയോഗിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. ആ ഭൂഗർഭജലം ഉപയോഗിക്കുന്നില്ല. ഇതുപോലെ അനുമതി വാങ്ങിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള നമ്പറുകളൊക്കെ ഏത് വ്യവസായ സ്ഥാപനമാണ് കേരളത്തിൽ ആരംഭിക്കാത്തത്? പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഏറ്റവും വലിയ ജലക്ഷാമമുള്ള മഴനിഴൽ പ്രദേശമാണ് ഈ പറയുന്ന പ്രദേശം. നിങ്ങളിപ്പോൾ പറയോ ഈ പറയുന്ന ഈ കമ്പനി അവിടെ വന്നിട്ട് ഹൈഡ്രജനും ഓക്സിജനും കൂട്ടി യോജിപ്പിച്ചാണ് വെള്ളം ഉണ്ടാക്കുന്നത്, അവർ ഒരു വെള്ളവും ഭൂമിയിൽ നിന്ന് എടുക്കുന്നില്ല, അന്തരീക്ഷത്തിലെ ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വെള്ളം ഉണ്ടാക്കി ആ വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടി എസ്.കെ. സജീഷ് പറയാത്തതെന്തോ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് അവിടെ എത്ര വെള്ളം ശേഖരിക്കാനാകുമെന്നുള്ള ചോദ്യം വന്നത്. 24 ഏക്കർ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ സജീഷിനെ പരിഹരിച്ചു. 24 ഏക്കർ എന്നുള്ളത് ഉത്തരവിൽ, സർക്കാരിന്റെ ഉത്തരവിൽ ഉള്ളതാണ്. കഞ്ചിക്കോട് വ്യവസായ മേഖലയോട് ചേർന്ന് 24 ഏക്കർ ഭൂമി സ്ഥാപനത്തിന്റെ കൈവശമുണ്ട് എന്നുള്ളതാണ് ഉത്തരവിലുള്ളത്. അതുകൊണ്ടാണ് ആ 24 ഏക്കർ എന്ന് പറഞ്ഞത്. ഞാൻ ഒന്ന് സജീഷിന് മറുപടി പറയാൻ എത്തുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് പോവുകയാണ്, ശ്രീ രേവതി ബാബുവിലേക്ക്. ശ്രീമതി രേവതി ബാബു, ഇപ്പോൾ അല്ലല്ല അവർ പോകുന്നതുകൊണ്ടാണ്, അവർ ചർച്ചയിൽ നിന്ന് ഇറങ്ങുന്നത് കൊണ്ടാണ്, ഒരു മിനിറ്റ് അവരോടൊന്ന് സംസാരിച്ച് അവർ ഇറങ്ങുന്നതുകൊണ്ടാണ്. സജീഷ് അവർ ഇറങ്ങുന്നതുകൊണ്ടാണ്. ഒരു മിനിറ്റ് സജീഷിനെ ചർച്ചയിൽ തുടരാം. ഒരു മിനിറ്റ്, ഒന്ന് അവർ പോകുന്നുകൊണ്ടാണ്, ഒന്ന് സഹകരിക്കൂ. ശ്രീമതി രേവതി ബാബു, ഇപ്പോൾ K-SWIFT പ്രകാരം വ്യവസായ നിക്ഷേപത്തിന് സർക്കാരിന് ലൈസൻസ് കൊടുക്കാം. സർക്കാർ ലൈസൻസ് കൊടുത്തപ്പോൾ പഞ്ചായത്തിനോട് അനുമതി തേടിയില്ല എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായും പറയുന്ന ഒരു വാദം. അങ്ങനെ ലൈസൻസ് കൊടുക്കാം, 3 വർഷത്തിനകം പഞ്ചായത്തിന്റെ അനുമതി കിട്ടിയാൽ മതി എന്നുള്ളതാണ് ചട്ടം. അപ്പോൾ നിങ്ങളെ അറിയിച്ചില്ല എന്നൊരു വാദം നിങ്ങൾക്ക് എത്രത്തോളം മുന്നോട്ട് വെക്കാനാകും? അതിലപ്പുറം കൂടുതൽ വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ടോ? താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുൻപ് ഈ 1 മണിക്കൂറിനകത്ത് എനിക്ക് കിട്ടിയത് 3 മിനിറ്റ് സമയമാണ്. അങ്ങനെ പറയല്ലേ. ഈ 3 നമ്മുടെ പ്രതിനിധികളും പറഞ്ഞതിന് മറുപടി പറയേണ്ടുന്ന ഒരു സ്ഥിതിയിലാണ് ഞാൻ. ഈ സജീഷ് ഒരു സ്വപ്ന ലോകത്താണെന്നാണ് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. കാരണം സീറോ വേസ്റ്റ്, അത് വിശ്വസിച്ചു. ഒരു തുള്ളി വെള്ളമെടുക്കില്ല, അതും വിശ്വസിച്ചു. ഒരു പരിസര മലിനീകരണം ഉണ്ടാവില്ല, അതും വിശ്വസിച്ചു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു നുണ 100 തവണ ആവർത്തിച്ച് സത്യമാക്കാനുള്ള ഒരു കഴിവ് CPM-ന് പണ്ടേ ഉണ്ട്. അതിപ്പോഴും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്കിത് സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം
കാർഷിക മേഖലയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാനൊരു കൃഷിക്കാരൻ്റെ മകളാണ് എന്ന് അഭിമാനത്തോടെ ഞാൻ ഓരോ കർഷകരുടെ യോഗത്തിലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കർഷകരെ അവരെ ഈ കൃഷിയിലേക്ക് ഇറക്കുന്നതിന് വേണ്ട പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരോടൊപ്പം മണ്ണിലും ചെളിയിലും പാടത്തും പറമ്പത്തും ഇറങ്ങി അവരോടൊപ്പം വിത്ത് വിതയ്ക്കാനും ഞാറ് നടാനും കള പറിക്കാനും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. സജീഷ് പറഞ്ഞു അവർ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റല്ലേ. സജീഷെ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ മാത്രമാണ് കോൺഗ്രസിൻ്റെ ചിഹ്നത്തിലുള്ളത്. ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ അങ്ങനെ ആയിരിക്കാം. കാരണം ജയിച്ചു കഴിഞ്ഞാൽ CPM-ൻ്റെ മുഖ്യമന്ത്രി, CPM-ൻ്റെ മന്ത്രി. പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നോ കേരളത്തിൻ്റെ മന്ത്രി എന്നോ അല്ല പറയുന്നത് നിങ്ങൾ. ആ ഒരു ശീലത്തിലായിരിക്കാം എന്നെയും അതുപോലെ പറഞ്ഞിട്ടുണ്ടാകുക. ഞാൻ ഈ പഞ്ചായത്തിലെ 55,000 ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ കോൺഗ്രസിൻ്റെ വക്താവായിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ദയവ് ചെയ്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ പഞ്ചായത്ത് കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ്. മാന്യമായിട്ട് സമാധാനത്തോടെ നല്ല ശുദ്ധമായി, ഞാൻ ഇന്നലെ പോലും നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ ഒരു ആനുവൽ ഡേക്ക് പങ്കെടുത്തിട്ട് ഞാൻ പറയുകയുണ്ടായി. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ശുദ്ധമായ വായുവും ശുദ്ധമായ ജലവും വിഷമില്ലാത്ത ഭക്ഷണവും ഇതാണ് നമ്മുടെ മുദ്രാവാക്യം എന്ന് എല്ലായിടത്തും പറയും. അതിന് ഞങ്ങളെ ദയവ് ചെയ്ത് അനുവദിക്കുക എന്നാണ് ഇത് കാണുന്ന എക്സൈസ് മന്ത്രിയോടും CPM-ൻ്റെ പ്രതിനിധിയോടും കൂടാതെ മുഖ്യമന്ത്രിയോടും എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ പഞ്ചായത്തിൽ 450-ലേറെ സ്വകാര്യ കുളങ്ങളുണ്ട്. ഈ കുളങ്ങൾ ഒന്ന് നന്നാക്കി ആഴം കൂട്ടി തിട്ട് ബലപ്പെടുത്തി ഒന്ന് സംരക്ഷിച്ചാൽ ധാരാളം വെള്ളം സ്റ്റോർ ചെയ്യാൻ കഴിയും. ഞങ്ങൾ 2 വർഷം മുൻപ് കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രിയോട് റിക്വസ്റ്റ് കൊടുത്തതാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും കേന്ദ്ര ഫണ്ട് തരുമോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളൊരു DPR ഉണ്ടാക്കി സ്റ്റേറ്റിന് കൊടുക്കൂ, സ്റ്റേറ്റ് നാഷണലിന് തരും, എന്നിട്ട് ഞങ്ങൾ ഫണ്ട് പാസ്സാക്കാം എന്ന്. ഞങ്ങളത് DPR തയ്യാറാക്കുന്ന പ്രവർത്തനവുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഉള്ള വെള്ളവും ഊറ്റി കുടിക്കാനായിട്ട്, ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല, നിങ്ങൾ വിശ്വസിച്ചോളൂ, സജീഷ് വിശ്വസിച്ചോളൂ, ഇത്തരം ഒരു കമ്പനി ഒരു തുള്ളി വെള്ളം ഭൂമിയിൽ നിന്ന് എടുക്കില്ല, മഴവെള്ളമേ എടുക്കുള്ളൂ, മലമ്പുഴയിലെ വെള്ളമേ എടുക്കുള്ളൂ, ഒരു തുള്ളി വേസ്റ്റ് ഒരു പൊട്ട് വേസ്റ്റ് പോലും മണ്ണിൽ നിക്ഷേപിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു ടാപ്പിയോക്ക കൊണ്ട് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ഒറ്റപ്പാലത്ത് തുടങ്ങിയല്ലോ, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പൂട്ടിപ്പോയില്ലേ? ഇന്നാണെന്ന് തോന്നുന്നു ഒരു ചാനലിൽ കണ്ടു, നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്ന മദ്യത്തിൻ്റെ 20% ചിലവാകുന്നുള്ളൂ, ബാക്കിയൊക്കെ കെട്ടിക്കിടക്കുന്നു എന്ന്. ഈ കെട്ടിക്കിടക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ കടകാലിയാക്കൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ഉണ്ട്. ഈ കട വിറ്റഴിക്കുക, കട കാലിയാക്കുക. അതുപോലെ നിങ്ങൾ ഈ മദ്യവും ഈ സ്ത്രീകളിനെയും വളർന്നു വരുന്ന കുട്ടികളെയും കുടിപ്പിച്ച് കട കാലിയാക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊന്നും പറയരുത്. നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന പുതിയ തലമുറയുണ്ട്, അവർക്കൊരു പ്രതീക്ഷ നൽകുന്ന സംവിധാനങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഞങ്ങളുടെ ഈ കാർഷിക മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത ഈ പഞ്ചായത്തിൽ കൃഷിയെ അഭിവൃദ്ധിപ്പെടുത്താൻ നിങ്ങൾ എന്തെങ്കിലും സഹായിക്കൂ. ഇപ്പോൾ ഒരു കാര്യം, ഈ കേന്ദ്രം അംഗീകരിച്ച കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായി പാലക്കാടിനെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ആക്കാനുള്ള ഒരു പദ്ധതി നിലവിലുണ്ട്, കേന്ദ്രം അംഗീകരിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു അംഗീകാരം പാലക്കാടിന് ലഭിക്കുമ്പോൾ അവിടെ ഇനിയും വ്യാവസായിക സ്ഥാപനങ്ങൾ വരും. അപ്പോൾ വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് വെള്ളം വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാലക്കാട് വ്യവസായങ്ങൾ വേണ്ട എന്നൊരു നിലപാടുണ്ടോ നിങ്ങൾക്ക്? അതായത് മണ്ണിനെയും പ്രകൃതിയെയും മനുഷ്യനും ദോഷമുണ്ടാക്കുന്ന ഒരു വ്യവസായവും വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ശരി, ഈ അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കൂടി ഒരു മറുപടി പറഞ്ഞ ശേഷം താങ്കൾക്ക് ചർച്ചയിൽ നിന്ന് പോകാം. തീർച്ചയായിട്ടും അനുമതി ആവശ്യമില്ല എന്ന് നിയമപ്രകാരം അവർക്ക് പറയാം. കാരണം ഏകജാലകം വഴി വ്യവസായികൾക്ക് എല്ലാ അനുമതിയും നേടിയെടുക്കാം. പക്ഷേ അതിനകത്ത് ഈ പറയുന്ന 26 ഏക്കർ സ്ഥലത്ത് ഒരു റോഡ് നിർമ്മിക്കുന്നതിനോ സ്ഥലം നികത്തുന്നതിനോ പഞ്ചായത്തിൻ്റെ അനുമതി വേണ്ടതാണ്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് പഞ്ചായത്തിനെ സമീപിക്കേണ്ടി വരും. 3 വർഷത്തിനകം
ആയിക്കോട്ടെ, 3 വർഷമോ 3 മാസമോ എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം ഇത് ഇത്രയും പ്രതിഷേധങ്ങൾ മറികടന്ന് ഗവൺമെൻറ് ഈ പദ്ധതിക്ക് ഈ നടത്തിപ്പിന് വേണ്ടിയിട്ട് അനുമതികൾ ഇനിയും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നേ പറയാനുള്ളൂ, അവിടുത്തെ ഭിന്നിച്ച് നിൽക്കുന്ന മുഴുവൻ ജനങ്ങളും ഇപ്പോൾ ഒന്നിച്ചാണ് ഇരിക്കുന്നത്. കാരണം ഇതിന് ശക്തമായിട്ട് നേരിടാൻ തന്നെയാണ് നമ്മുടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള എല്ലാ ജനങ്ങളും ചിന്തിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും അവിടെ ഇതിൻ്റെ പ്രവർത്തനത്തിനായിട്ട് ഒരു ലോഡ് കല്ലോ അല്ലെങ്കിൽ ഒരു ലോഡ് സിമെൻറ്റോ ഒന്നും ഈ അതിർത്തി കടന്ന് ആ സൈറ്റിലേക്ക് പോകില്ല എന്ന് ഞാനിവിടെ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. രവതി ബാബു, അങ്ങനെയെങ്കിൽ CPM നിലപാടുള്ള അവിടുത്തെ കർഷകരുണ്ടല്ലോ, അവരും നിങ്ങളോട് സഹകരിക്കുകയാണോ? തീർച്ചയായിട്ടും മിനിഞ്ഞാന്ന് ഒരു ചാനലിൽ അവിടുത്തെ CPM കർഷകനാണ് ആദ്യമായിട്ട് പ്രതികരിച്ചത്. ഞാൻ ഓർക്കുന്നു, മനോരമ ന്യൂസ് ചാനലിലാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അവിടുത്തെ CPM പ്രതിനിധിയാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പ്രതികരിച്ചത്. അപ്പോൾ ഒരു തരത്തിലും പദ്ധതി വരാൻ അനുവദിക്കില്ല അല്ലേ? തീർച്ചയായും ഇത് വീട്ടമ്മമാരുടെ, കർഷകരുടെ, നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ വ്യക്തികളെയും അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ശക്തമായി നേരിടും. ആ കാര്യത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകില്ല. സജീഷും കൂട്ടരും വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നോളൂ. അതുകൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. നമ്മളുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സജീഷ് മറുപടി നൽകാം. സജീഷിന് സമയം. ഒരു കാര്യം, ഇവിടെ ശ്രീ NV ബാലകൃഷ്ണൻ കുറേയേറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹം തികച്ചും വ്യക്തിപരമായി ഓരോ വാചകത്തിനിടയിലും പേര് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. ആ രീതി ഞാൻ ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ഞാൻ ഒരിടത്ത് സജീഷിന് അധിക്ഷേപമുണ്ടോ സജീഷേ? സജീഷ് എന്ന പേര് വിളിച്ച് സംസാരിച്ചു എന്നല്ലേ ഉള്ളൂ? അല്ല, നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച കാലം ഓർമ്മിപ്പിച്ചതാണ്. സൗഹൃദം കൊണ്ടാണ് പേര് വിളിച്ച് സംസാരിക്കുന്നത്. ശരി, ഇനി അദ്ദേഹം വിശദീകരിക്കട്ടെ. സജീഷ് പറഞ്ഞോളൂ. ഞാനൊരു കാര്യം, ഞാൻ ആ കാലത്തെക്കുറിച്ചോ ഞാൻ പറയട്ടെ. അദ്ദേഹം ഇങ്ങനെ ഓരോന്നും വ്യക്തിപരമായി തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, പക്ഷെ ഞാൻ എന്തുകൊണ്ട് അദ്ദേഹം CPM-ന്റെ ഏരിയ സെക്രട്ടറി അല്ലാതിരിക്കുന്നു ഇപ്പോൾ എന്നതിനെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ഇപ്പം CPM അല്ല, ഇപ്പോൾ സ്വീകരിക്കുന്നു. ശരി, നമുക്ക് നമ്മുടെ വിഷയത്തിൽ നിൽക്കാം. വേണ്ട, ഞാൻ ഒരു കാര്യം അപ്പോൾ അതിനുവേണ്ടി എന്തും പറയുന്ന ഒരു രീതി, എന്തും പറയുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള മാധ്യമ രീതിക്കനുസരിച്ച് നിങ്ങൾക്ക് CPM-നെ വിമർശിക്കാൻ ആരെയും എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഒരു പ്രതീകമായി മാത്രമേ ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ കാണുന്നുള്ളൂ. അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദേശീയപാത വികസനത്തെ ഉൾപ്പെടെ CPM ആണ് എതിർത്തത് എന്ന് പറയാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അന്തരിച്ചു പോയ ശ്രീ ഉമ്മൻചാണ്ടി പോലും അത് പറയില്ല. 45 മീറ്ററായി ദേശീയപാത വേണമെന്ന് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞ നേതാവിൻ്റെ പേര് അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് പിണറായി വിജയനായിരുന്നു. അതും ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഞങ്ങളോട് സഹകരിക്കുന്നു, പ്രതിപക്ഷം സഹകരിച്ചാണ് നിൽക്കുന്നത്. ചില ദിവസങ്ങളാണ് പറയട്ടെ, ഇങ്ങനെ ഇതൊരു രീതി ശരിയല്ല. താങ്കൾ ഓരോ വാചകം പറയുമ്പോഴും എനിക്ക് മറുപടി പറയാമായിരുന്നു. ഇതാണ് താങ്കളുടെ ഒരു പ്രശ്നം. താങ്കളുടെ തെളിയിക്കാനുള്ളതല്ല ഈ പ്രശ്നം. ശ്രീ ബാലകൃഷ്ണൻ ഒന്ന് സഹായിക്കണം. അദ്ദേഹം പൂർത്തിയാക്കിയ ശേഷം ഞാൻ ഒരു കാര്യം, നിങ്ങൾ ഇവിടെ കുറെ നേരമായി 3-4 പേരിരുന്ന് CPM-നെതിരായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ചർച്ചയുടെ അങ്ങനെയൊന്നുമില്ല. ഈ വിഷയത്തിലുള്ള അവരുടെ അഭിപ്രായമാണ് പറയുന്നത്. CPM-നെതിരായി പറയായിട്ട് വ്യാഖ്യാനിക്കേണ്ട സജീഷിന് ആവശ്യത്തിന് സമയമുണ്ട്. സജീഷ് ഇനി മറുപടി പറഞ്ഞോളൂ. തന്നെ അതാണ് എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുക. സ്മൃതിയുടെ അഭിപ്രായം പറയാനല്ല ഞാൻ ഇരിക്കുന്നത്. എന്റെ അഭിപ്രായം അതാണ്. ഈ ചർച്ചയുടെ ലക്ഷ്യം അതാണ്. ചർച്ചയുടെ ലക്ഷ്യം എന്താണ്? എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. ചർച്ചയുടെ ലക്ഷ്യം അതാണ് എന്നതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ ഗംഭീരമായിരിക്കും, അത് നിങ്ങളുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം അതാണ്. എന്തിനാണ് ഈ ഇടയിൽ കയറി ഞാൻ പറഞ്ഞു വരുന്ന കാര്യത്തിൻ്റെ ഇടയിൽ കയറുന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടാകുന്നത്? ഞാൻ പറഞ്ഞു വരുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കാവുന്ന സമയത്ത് അത്രയും അനുവദിച്ച് രേഖപ്പെടുത്താം.
അപ്പോൾ ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ CPM എതിർത്തു എന്ന് കള്ളപ്രചരണം നടത്താൻ പറ്റുന്ന ആളുകളെ കൊണ്ടുവന്നിരുത്തണം. ഗെയിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെല്ലാം സമരത്ത് പങ്കെടുക്കേണ്ടതായിരുന്നല്ലോ, ഞങ്ങളൊന്നും പങ്കെടുത്തിട്ടില്ലല്ലോ. പ്രാദേശികമായി കോൺഗ്രസിൻ്റെ കാലത്ത് ഉൾപ്പെടെ UDFൻ്റെ കാലത്ത് ഈ പദ്ധതികളൊന്നും നടക്കാൻ പറ്റാഞ്ഞത് ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവരുടെ ഭൂമി ഏറ്റെടുക്കുമ്പോഴുള്ള അവരുടെ കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ലാത്തതുകൊണ്ടാണ്. അത്തരത്തിലാണ് ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഭൂമി പോയാലും ആ ഭൂമിക്ക് കൃത്യമായ വില ലഭിക്കുമെന്നും തങ്ങൾക്ക് കൃത്യമായ പുനരധിവാസം ഉണ്ടാകുമെന്നുള്ള നല്ല വിശ്വാസം ജനങ്ങളുടെ ആർജിച്ചുകൊണ്ടാണ് ദേശീയപാത വികസനവും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ഗെയിൽ പൈപ്പ് ലൈനും കൂടംകുളം പദ്ധതിയും എല്ലാം കേരളത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പദ്ധതികളെല്ലാം കേരളത്തിൽ നടക്കാൻ തുടങ്ങിയതുകൊണ്ടാണ്. അതിനെ ഉൾപ്പെടെ വിമർശിക്കാൻ ചില ആളുകൾ വരും. അവർ വിമർശിക്കട്ടെ, അവർ അതേ ചെയ്യൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ജലവുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഇന്നത്തെ മാതൃഭൂമിയിൽ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ വരികയാണ്. 226 ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളമാണുള്ളൂ താഴെ. എന്നിട്ട് എന്ത് ചെയ്യാണ്? 400 ദശലക്ഷം ലിറ്റർ വെള്ളം കുടിവെള്ളത്തിന് വേണം. ഇവിടെ ഈ പദ്ധതിക്ക് വേണ്ടി 10 ലക്ഷം ലിറ്റർ വെള്ളം വേണം എന്നെല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ 0.44% എന്ന് പറയുന്ന അദ്ദേഹം തമാശയായി അവതരിപ്പിച്ചത്. ഇവിടെ കണക്ക് പ്രകാരം പരിശോധിച്ചാൽ തന്നെ ഇപ്പോൾ മലമ്പുഴ ഡാമിനകത്ത് ഉള്ള വെള്ളം, കുടിവെള്ളത്തിന് ഉപയോഗിക്കാനുള്ള വെള്ളം 565 ദിവസം ഉപയോഗിക്കാനുള്ള വെള്ളമുണ്ട്. 365 ദിവസമേ വെള്ളം വേണ്ടൂ. അതിൽ തന്നെ മഴക്കാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ശാസ്ത്രീയമായി തന്നെ ഇതെല്ലാം പരിശോധിച്ചിട്ടുള്ള കാര്യമാണ്. അവിടെ 10 ലക്ഷം ലിറ്റർ വെള്ളം മാത്രമാണ് ഈ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടത്. അല്ലാതെ വലിയ തോതിലല്ല വെള്ളം ഉപയോഗിക്കുന്നത്. അതായത് പാലക്കാട് നഗരത്തിൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന ആകെ വെള്ളത്തിനേക്കാൾ കുറച്ച് വെള്ളം മതി ഈ കമ്പനിക്ക്. 10 ലക്ഷം ലിറ്റർ ആണ് വേണ്ടത് എന്ന് എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? സജീഷ് കണ്ടില്ല. 10 ലക്ഷത്തോളം ലിറ്ററിന്റെ ആവശ്യമാണ് നിലനിൽക്കുന്നത്. അതിലപ്പുറത്തേക്ക് നേരത്തെ എല്ലാം ഒരേ രീതിയിൽ തന്നെ പറയും. ഇവിടെ ഈ കമ്പനിയുടെ കാര്യത്തിൽ തന്നെ ഞാൻ അതെ, നിങ്ങളുടെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആ കാര്യങ്ങളാണല്ലോ വരുന്നത്. ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട് 10 ലക്ഷം ലിറ്ററാണ് വേണ്ടതെന്ന്. നിങ്ങളുടെ മാധ്യമങ്ങൾ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഏതായാലും ഈ തരത്തിലെ ആ വെള്ളം ആവശ്യമുള്ളൂ എന്നുള്ള ഒരു കാര്യം. ഇപ്പോൾ ഈ കമ്പനി തന്നെ രാജ്യത്ത് 22.10 കോടി ലിറ്റർ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് ഈ കമ്പനി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട്. ഇവിടെ തന്നെ നമ്മൾ കാണുന്നത് ബ്രൂവറിയുടെ ബീറിൻ്റെ കാര്യം ഉൾപ്പെടെ പറയുന്നല്ലോ. ഞാൻ പറയട്ടെ, അതിൽ ഏറ്റവും കൂടുതൽ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനി പ്രവർത്തിക്കുന്ന ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് കർണാടകത്തിലാണ്. ലക്ഷക്കണക്കിന് ലിറ്റർ ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെ നിന്നാണ് ഇതൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അവർ പറഞ്ഞു പോകുന്നത് മദ്യം കെട്ടിക്കിടക്കണം, മദ്യം കെട്ടിക്കിടന്നിട്ട് ആളുകൾ കടകാലിയാക്കുന്ന പോലെ വിൽപ്പന നടത്തണം, എന്നിട്ട് ആളുകൾ പ്രതിസന്ധിയിലാവണമെന്ന്. ഒരു കാര്യം, കോൺഗ്രസും BJPയും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യ ഉപഭോഗമുള്ള സംസ്ഥാനം കേരളമല്ല. 10ാം സ്ഥാനത്ത് പോലും കേരളമില്ല. കേരളത്തിൽ ഉപയോഗിക്കുന്ന മദ്യം, അതാണ് ഇതിലെ ഒരു തെറ്റിദ്ധാരണയുടെ പ്രശ്നം വരുന്നത്. കേരളത്തിൽ ഉപയോഗിക്കുന്ന മദ്യം ഇവിടെ നിർമ്മിച്ച് നേരിട്ട് ആളുകൾക്ക് കൊടുക്കുകയാണ് എന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് മറ്റ് പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലാണ്, പ്രധാനമായും കർണാടകത്തിനൊക്കെയാണ് വരുന്നത്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, ഇവിടെ ആവശ്യമുള്ളത് വെബ്കോ വാങ്ങുന്നു, വാങ്ങി ഔട്ട്ലെറ്റുകളിലൂടെയും ബാറുകൾക്കും സ്വകാര്യ എല്ലാ മേഖലയിലേക്കും വെബ്കോ മാത്രം കൊടുക്കുന്നു. ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നികുതി, അതുപോലെ മറ്റ് തൊഴിലവസരങ്ങൾ ഇതെല്ലാം ഇവിടെ ലഭിക്കുന്നു. ഇവരെ എത്രയാണോ പുറത്തുനിന്ന് വരുന്നത് അത്രയും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. പുറത്തുനിന്ന് വരുന്നത് നിൽക്കും, ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കും. ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ട് അത് കൂടുതൽ വിതരണം ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇവിടെ നിലവിൽ എങ്ങനെയാണോ നിയമപരമായി വിതരണം ചെയ്യുന്നത് അത്ര മാത്രമേ വിതരണം ചെയ്യൂ. പിന്നെ ഇവിടെ വിതരണം ചെയ്യാൻ മാത്രമാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ആരാ പറഞ്ഞത്? എക്സൈസ് മന്ത്രി പറഞ്ഞത് ഞാനൊന്ന് വായിക്കാം. ഈ ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണല്ലോ ആദ്യം ഉണ്ടാക്കുന്നത്. മദ്യത്തിന്റെ ബേസ് ആണ്, സ്പിരിറ്റ് ആണ്. ഈ 9 കോടി ലിറ്റർ ENA ആണ് കേരളത്തിന് വേണ്ടത്. അത് ഇവിടെ നിർമ്മിക്കുന്നില്ല. അത് നിർമ്മിക്കാൻ വേണ്ടി ഇവർ വരുന്നു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 17 ഡിസ്റ്റിലറികൾ ഉണ്ടല്ലോ. അവിടെ എന്താണ് ENA ഉൽപ്പാദനത്തിന് സർക്കാർ ശ്രമിക്കാത്തത്? പൊതുമേഖലയിലുള്ള ഡിസ്റ്റിലറികളിൽ എന്തുകൊണ്ടാണ് നിർമ്മിക്കാൻ ശ്രമിക്കാത്തത്? എന്തുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ഈ കമ്പനിക്ക് ENA ഉൽപ്പാദനത്തിന് അനുമതി കൊടുക്കുന്നു?
അല്ല, ENA ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഡിസ്റ്റിലറിയും 10 ഡിസ്റ്റിലറി, അതുപോലെ തന്നെ 2 ബ്ലെൻഡിങ് യൂണിറ്റ്, 10 ബ്ലെൻഡിങ് യൂണിറ്റ്, 8 ഡിസ്റ്റിലറി, 2 ബ്ലൂവറി, ഇതാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതിൽ കൂടുതലൊന്നും കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല. സർക്കാരിനെ ഉത്പാദിപ്പിച്ചു. അദ്ദേഹം നേരത്തെ ചില ഒരു കാര്യം അല്ല, അതിനുള്ള സാങ്കേതിക വിദ്യയും അതിനുള്ള വലിയ മൂലധന ചെലവുമൊന്നും കേരളത്തിന് വഹിക്കാൻ ചിലപ്പോൾ കഴിയില്ല. അതുകൊണ്ടായിരിക്കും ഇവിടെ നമ്മൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്നത് അവർ പുറത്തുനിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഉൽപ്പാദിപ്പിക്കുന്ന ഇതേ കമ്പനിയുടേത് തന്നെ കേരളം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ ഒരു കാര്യം, പല കാര്യങ്ങളും നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപോകും. ഒറ്റ മിനിറ്റ് പറയട്ടെ. ഇവിടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചോദ്യവും ഉപചോദ്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇതിനകത്ത് കുറേയേറെ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിരന്തരം അനുഭവിക്കുകയാണ്. ഇപ്പോൾ സീറോ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ നാഷണൽ ട്രൈബ്യൂണൽ, ഗ്രീൻ ട്രിബ്യൂണൽ ഒരു കോടതിയാണ് എന്നൊക്കെ പഠിപ്പിക്കുകയാണ്. അതെ, കോടതിയാണ്. ആ കോടതി ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കോടതിയുടെ വിധി പ്രകാരം ഇവർ സീറോ ഡിസ്ചാർജ് ആണ് എന്ന് കൊടുത്ത പേപ്പർ അവർ ഹാജരാക്കിയിട്ടുണ്ട്. കോടതിയുടെ വിധി അതുപോലെ തന്നെ പറയട്ടെ, കമ്പനി പൂട്ടിപ്പോയില്ല, അങ്ങനെ പറഞ്ഞു പോവല്ലേ? ഇതിന്റെ ഉപചോദ്യമല്ലേ പഞ്ചാബിൽ എങ്ങനെയാണ് പൂട്ടിപ്പോയത്? അവിടെ വേസ്റ്റ് ഇട്ടതിന് ആണ് കേസുള്ളത്. അവിടെ പൂട്ടേണ്ടി വന്നത് എങ്ങനെയാണ്? അല്ല, UP എന്താ പൂട്ടാത്തത്? അല്ല, പൂട്ടാത്ത കാര്യമാണ്. പൂട്ടിയത് എന്തിനാണ് എന്നതിന് മറുപടി പറയൂ. പൂട്ടാത്തത് അതുകൂടി പറയും. അല്ലല്ല, പൂട്ടാത്തതിനെ കുറിച്ചല്ല, പൂട്ടിയത് എന്തിനാണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമല്ലേ സജീഷ്? എന്തിനാണ് പഞ്ചാബിൽ പൂട്ടിയത്? എന്തിനാണ് പഞ്ചാബിൽ പൂട്ടിയത്? പഞ്ചാബിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ, ആയിരുന്നല്ലോ നേരത്തെ. ആ സമയത്താണല്ലോ ഇവർ പ്രവർത്തിക്കുന്നത്. നിയമപരമായിട്ടായിരിക്കില്ല പ്രവർത്തിക്കുന്നത്. വ്യാവസായിക വേസ്റ്റ് കൊണ്ടുപോയിട്ട് നശിപ്പിച്ചതിനാണ് ആര് ഭരിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നത്. എന്തിനാണ് പൂട്ടിപ്പോയത്? അവിടെ 4 ഏക്കർ സ്ഥലത്ത് പരിസരം മലിനമാക്കി എന്നുള്ളതാണ് കേസ്. പരിസരം മലിനമാക്കി, നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചതിന് പൂട്ടിപ്പോയ കമ്പനിയാണ് ഇവിടെ സീറോ വേസ്റ്റ് എന്ന ഉറപ്പ് നൽകി പ്രവർത്തിക്കാൻ വരുന്നത്. എങ്ങനെ വിശ്വസിക്കുമെന്നുള്ള ചോദ്യമാണ് സജീഷ്. അപ്പോൾ UP പൂട്ടിയിട്ടില്ലല്ലോ, മറ്റു സംസ്ഥാനങ്ങളിൽ പൂട്ടിയിട്ടില്ലല്ലോ എന്നതാണോ മറുപടി? അല്ല, പറയട്ടെ. അല്ല, ഒരു കാര്യം, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണത്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ആ സ്ഥലത്ത് ആ കമ്പനി പൂട്ടുകയോ ആ കമ്പനിയുടെ ഭാഗമായി മറ്റു നിലപാടുകൾ ഉണ്ടാകുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ കമ്പനി ഇപ്പോൾ ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ ക്രൈറ്റീരിയകളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ 24 ഏക്കർ സ്ഥലത്ത് ഈ കമ്പനി തുടങ്ങാൻ അനുമതി തരണം. ഗവൺമെൻറ്റിൻ്റെ നിയമപരമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അപേക്ഷയോടൊപ്പം വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ അപേക്ഷയിലെ കാര്യങ്ങൾ നിയമപരമാണ്. അതുകൊണ്ടാണ് നിലവിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും നിബന്ധനകളും പാലിക്കണമെന്ന കർശന നിബന്ധനയോടുകൂടി പ്രാരംഭ അനുമതി നൽകിയത്. അതിൻ്റെ തുടർ അനുമതികൾ ലഭിക്കേണ്ടതുണ്ട്. പ്രാരംഭ അനുമതിയാണ് നൽകിയത്. അങ്ങനെ നൽകുമ്പോൾ ഈ അപേക്ഷയോടൊപ്പം ഞങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ട് പഞ്ചാബിൽ എന്നതല്ല പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഇവർ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നു. ഇവിടെ BJP പ്രതിനിധി ഉണ്ടല്ലോ, UPയിലെ പൂട്ടിക്ക്, മധ്യപ്രദേശിലെ പൂട്ടിക്ക്, അതുപോലെ തന്നെ ഹരിയാനയിലെ പൂട്ടിക്ക്, എല്ലാം പൂട്ടിക്ക്. ഇവർ ചുരുങ്ങിയതൊന്നുമല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. 22.10 കോടി രാജ്യത്ത് അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഈ പറഞ്ഞ നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ, എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് കേരളത്തിൽ അങ്ങ് ഉൽപ്പാദിപ്പിച്ചാൽ പോരെ എന്ന്. കേന്ദ്ര സർക്കാർ ഓയിൽ അതായത് സർക്കാരിൻ്റെ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പരിചയസമ്പന്നതയുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ കേന്ദ്ര സർക്കാരിന് ഒറ്റ പേരേ ഉണ്ടായിരുന്നുള്ളൂ. ആ പേര് ഏതെങ്കിലും പൊതുമേഖലാ കമ്പനിയുടെ പേരല്ല. ആ കമ്പനിയുടെ പേര് ഈ കമ്പനിയുടെ പേരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കേരളത്തിലുള്ള കമ്പനിയെ കുറിച്ചാണ് ചോദിക്കുന്നത് സജീഷ്. ഇവിടെയുള്ള കമ്പനിയെ കുറിച്ചാണ്. ഇനി എന്തിനാണ് ഇതിലെല്ലാം രഹസ്യാത്മകത? ഒരു മിനിറ്റ് സജീഷ്, ഒരു കമ്പനി ഒരു പ്രപ്പോസൽ തരുമ്പോഴേക്കും ആ പ്രപ്പോസൽ സ്വീകരിച്ച് പെട്ടെന്ന് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കുന്ന വേഗമാണ് സംശയകരമാകുന്നത്. അവിടെയാണ് സംശയം. നോക്കൂ, ആ ഭൂമി വിൽക്കുന്നതിൽ ഇടനിലക്കാരനായ അപ്പുക്കുട്ടൻ പറയുന്നു ബ്രൂവറി കമ്പനിക്ക് വേണ്ടിയാണ് ആ ഭൂമി വാങ്ങിയത് എന്ന് തനിക്കറിയില്ലായിരുന്നു. വിവാദമായ ശേഷമാണ് അറിഞ്ഞത്. ഏജന്റ് മുഖാന്തരമാണ് തന്നെ സമീപിച്ചത്.
താനും എല്ലാം ഇങ്ങനെ കറക്കി സഹപ്രവർത്തകരും അടിക്കുമ്പോൾ ചില ചേർന്നാണ് കാര്യങ്ങൾ കർഷകരുമായി നമുക്ക് പറയേണ്ടി വരും. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. 5 പേരിൽ നിന്നായി 22 ഏക്കർ ഭൂമി വാങ്ങി നൽകി 25,000 മുതൽ complete 40,000 രൂപ വരെയാണ് ചെയ്യൂ. ഭൂമിക്ക് നൽകിയത്. കോളേജിന് വേണ്ടി ഭൂമിയുടെ ഇടതിൽ നിന്നപ്പോൾ മറ്റു ബ്രോക്കർമാർ തന്നെ വഞ്ചിച്ചു. അങ്ങനെ ഭൂമി വാങ്ങാൻ സഹായിച്ച ആൾ പറയുകയാണ് തനിക്ക് അറിയില്ല, അത് ബ്രൂവറിക്ക് വേണ്ടിയായിരുന്നു എന്ന് അറിയില്ല എന്ന്. അങ്ങേയറ്റം സംശയകരം. ആർക്കും അറിയില്ല. ആ നാടിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ആ നാടിന് അറിയേയില്ല, അവിടുത്തെ പഞ്ചായത്തിന് അറിയേയില്ല, സർക്കാരിന് അറിഞ്ഞാൽ മതി. അങ്ങനെയാണോ? ആവേശം താങ്കൾക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ആവാലോ. പറയട്ടെ. ഇത് നന്നായി ഈ കാര്യം കൂടി സത്യത്തിൽ നല്ലതാണ്. ഈ കാര്യങ്ങൾ അതായത് സ്മൃതി ഇങ്ങോട്ട് കുറ്റപ്പെടുത്താൻ വേണ്ടി പലതും അവതരിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഞങ്ങൾ കൂടി പറയാൻ വേണ്ടി പറ്റും, സമയം തന്നാൽ. ഒരു കാര്യം, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് ഇത് കോളേജിനാണ് എന്ന് പറഞ്ഞ് സ്ഥലം വാങ്ങിയെന്നാണ്. കോളേജ് സ്മൃതിക്ക് എന്തിനാ മറുപടി പറയുന്നത്? സ്മൃതി ആരാണ്? സ്മൃതിക്കല്ല മറുപടി. വ്യക്തിപരമല്ല കാര്യങ്ങൾ. സ്മൃതിക്കല്ല മറുപടി. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ചോദ്യം. താങ്കളുടെ ചോദ്യത്തിനൊക്കെ മറുപടിയുണ്ട്. ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രതിപക്ഷത്തെ തുറന്നു കാണിക്കാൻ കൂടിയാണ്, മനസ്സിലായോ? സ്മൃതിയുടെ ചോദ്യം പ്രതിപക്ഷത്തിന്റെ അബദ്ധജടിലമായ ചോദ്യമുണ്ടെങ്കിൽ അത് ഞാനിവിടെ ഉന്നയിച്ചിട്ടില്ല. താങ്കൾ ഉന്നയിക്കാത്തതിന് ഞാനല്ലല്ലോ ഉത്തരവാദി. പക്ഷേ ഞാൻ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി വേണ്ടേ? യുഡിഎഫിനെയും വലതുപക്ഷത്തെയും തലോടി വിടുന്ന സ്വഭാവമുണ്ട്. താങ്കൾക്ക് ചർച്ചയിലുടനീളം അപമാനിക്കൽ ആദ്യം, മറുപടി പിന്നീട് എന്ന രീതിയുണ്ട്. സജീഷ് ആദ്യം ഇത് പറയൂ, മറുപടി പറഞ്ഞ ശേഷം ബാക്കി പറയാന്നേ. അല്ല, ഒരു കാര്യം അപ്പുക്കുട്ടന് മറുപടി ഉണ്ടോ? പറയട്ടെ. എന്താ തർക്കം ഇപ്പൊ കാര്യത്തിന്? അപ്പുക്കുട്ടന് മാത്രമല്ല സ്മൃതിക്കും മറുപടി ഉണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പേ പറയേണ്ട മറുപടി ആർക്കാണ്? അപ്പുക്കുട്ടനേക്കാൾ സ്മൃതിയേക്കാൾ വലിയ ആളായിട്ടുള്ള കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് മറുപടി പറയണ്ടേ? അതിനല്ലേ ഞങ്ങൾ ചർച്ച പങ്കെടുക്കുന്നത്, അല്ലാതെ നമ്മളിങ്ങനെ ഇരുന്ന് തർക്കിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ക്യാമറ വെച്ച് ആളുകളെ മുന്നിൽ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. രാഷ്ട്രീയമല്ലേ, എല്ലാവരും അറിയേണ്ടതല്ലേ? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്മൃതി പറഞ്ഞതിൻ്റെ കുറച്ചപ്പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ കോളേജിന് വേണ്ടിയാണ് ഈ ഭൂമി വാങ്ങിയത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വാങ്ങിയത്. കോളേജിലാണ് എടുത്തെടുത്തെന്നാൽ പറയുകയാണ്. കോളേജ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. കോളേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ LDF സർക്കാരിന് പിന്നെ മദ്യശാല തുടങ്ങലാണ് എന്നെല്ലാം പറഞ്ഞിട്ട് വി.ഡി. സതീശൻ ഉറഞ്ഞു തുള്ളിയത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതല്ലേ. ഇന്ന് കോളേജിൻ്റെ പ്രതിനിധികൾ തന്നെ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൻ്റെ ഈ മതിലിൻ്റെ തൊട്ടടുത്തുള്ള 7 ഏക്കർ ഭൂമി ഞങ്ങളുടേതുണ്ട്, അവിടെ കോളേജ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രയാഗ് കോളേജാണ് നടക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഏതൊരു ബ്രോക്കർ ഉണ്ടല്ലോ, ആ ബ്രോക്കർ ഇവരോട് വന്ന് ചോദിച്ചിരുന്നു പോലും ഇങ്ങനെ ഒരു മദ്യശാല തുടങ്ങാൻ വേണ്ടി ഭൂമി കൊടുക്കുന്നുണ്ടോ എന്ന്. അവർ പറഞ്ഞു ഞങ്ങളെ ഭൂമിയൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ആളുകൾ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വസ്തുതാപരമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സകലം തെറ്റിദ്ധരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത് തെറ്റാണ്. ആൾക്കാരെ പറ്റിയേ അല്ല. എന്റെ ചോദ്യം അതല്ല. ഭൂമി വിൽപ്പനയിലെ ഇടനിലക്കാരൻ പറയുന്നു ബ്രൂവറി കമ്പനിക്ക് വേണ്ടിയാണ് ഭൂമി വാങ്ങിയതെന്ന് തനിക്കറിയില്ലായിരുന്നു, വിവാദമായ ശേഷമാണ് താൻ ഇതൊക്കെ അറിയുന്നത് എന്ന്, ഏജന്റ് മുഖാന്തരമാണ് തന്നെ ഈ കമ്പനി സമീപിച്ചത് എന്ന്. അങ്ങനെയാണ് 5 പേരിൽ നിന്നും 22 ഏക്കർ ഭൂമി വാങ്ങി നൽകിയത് എന്ന്. അപ്പോൾ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നത് അതിന് ഇടനില നിന്ന വ്യക്തിയാണ്. അതിനാണ് ഞാൻ മറുപടി ചോദിച്ചത്. ഒരു കാര്യം, നാട്ടിലെ ആളുകൾ സ്ഥലം വാങ്ങുന്നതിന് ബ്രോക്കർമാരായി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് മറുപടി കിട്ടണമെങ്കിൽ ആ ബ്രോക്കർമാരെ ഇരുത്തി ചർച്ച നടത്തുക. നമ്മളെങ്ങനെ മറുപടി പറയാൻ വേണ്ടി പറ്റുക? നമ്മുടെ മുന്നിലൊരു കാര്യമുണ്ട്, അതായത് കോളേജുമായി ബന്ധപ്പെട്ട കാര്യം. കോളേജാണ് തുടങ്ങാൻ വേണ്ടി എന്ന സ്ഥലം തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിയതാണ് എന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അയാളൊരു ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. താങ്കൾ പറഞ്ഞ പോലെ പേര് പറഞ്ഞ ഏതോ ഒരു അപ്പുക്കുട്ടനെ പോലെയുള്ള ഒരു ബ്രോക്കറല്ല കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് ഉത്തരവാദിത്തപ്പെട്ട കോളേജിൻ്റെ പ്രതിനിധി തന്നെ പറഞ്ഞു ഞങ്ങളുടെ കോളേജ് വേറെ ഉണ്ട്, അത് പ്രയാഗ് കോളേജ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, 7 ഏക്കർ ഭൂമിയിലാണ്. താങ്കൾ ഇവിടെ പേര് പരാമർശിച്ച ഏതോ ഒരു ബ്രോക്കർ വന്ന് അവരോട് ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി ഭൂമി തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളെ ഭൂമി കൊടുക്കുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഗവൺമെൻറ്റിനെതിരായി പറയുന്നതായിരിക്കും പ്രധാന വാർത്ത, അല്ലാത്തത് നിങ്ങൾ വാർത്തയാക്കില്ല. ഇപ്പം തന്നെ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ 211 കോടി രൂപയാണ് കോട്ടയത്തുള്ള UDF നഗരസഭയിൽ കാണാനില്ലാത്ത ഒരു വാർത്തയില്ല, ഒരു ചർച്ചയില്ല. 211 കോടിയാണ്.
സജീഷ്, ഇവിടെ വാർത്തയുമായിട്ടുണ്ട്, തലക്കെട്ടുമായിട്ടുണ്ട്. നിങ്ങൾക്ക് സൗകര്യമുള്ളത് മാത്രം നിങ്ങൾക്ക് സൗകര്യമുള്ളത് മാത്രം ഇവിടെ ഏത് ചർച്ച ചെയ്യണമെന്ന് CPM തീരുമാനിക്കണ്ടെന്നേ. സജീഷ്, ഇവിടെ ചാനലുകൾ ഏത് വിഷയം ചർച്ച ചെയ്യണമെന്ന് CPM തീരുമാനിക്കാമോ? അതെന്ത് തിട്ടൂരമാണ്? നിങ്ങൾ എന്ത് ചർച്ച ചെയ്യണമെന്ന് നിങ്ങളാണോ നിശ്ചയിക്കുക, അത് മാധ്യമങ്ങളാണോ? കോട്ടയം നഗരസഭയൊക്കെ ഇവിടെ മറ്റു ബുള്ളറ്റിനുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, അതിലെ പ്രതിനിധികളും ചർച്ചയിൽ നിന്നിട്ടുണ്ട്. 7 മണിക്കുള്ള ചർച്ചയിൽ ഏത് വിഷയം എടുക്കണമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വിടും സജീഷ്. കോൺഗ്രസ് നിങ്ങൾ എടുക്കില്ല എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ എടുക്കില്ല, അതാണ് പ്രശ്നം. നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. ഇവിടെ നിങ്ങൾക്ക് ഓമനക്കുട്ടൻ CPM-ന്റെ ഒരു സഖാവ് 30 രൂപ ഓട്ടോ കൂലി വാങ്ങാൻ 10 ദിവസം ചർച്ച ചെയ്യും. പക്ഷേ നിങ്ങൾ 211 കോടി രൂപ കോട്ടയം നഗരസഭയിൽ കാണാനില്ലാത്തത് ചർച്ച ചെയ്തതാണ്. നിങ്ങൾ എന്താണ് പറയുന്നത്? 2 ദിവസമായി ഈ വാർത്ത വരുന്നുണ്ട്, തലക്കെട്ടാണ്, മറ്റു ബുള്ളറ്റിനുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച ആളും ആരോപണ വിധേയരൊക്കെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ചർച്ച ചെയ്യാനായിട്ട് കഴിയില്ല. അവിടെ 300 കോടി രൂപ ഇല്ല. കോട്ടയം നഗരസഭ ഇല്ല. കൂത്താട്ടുകുളം ചർച്ച ചെയ്തോ ഇന്ന്? അല്ല, അങ്ങനെ പറയല്ലേ. കോൺഗ്രസിന്റെ കൂത്താട്ടുകുളം ചർച്ച ചെയ്തോ? CPM പ്രതിനിധിയുടെ സാരി വലിച്ചു കീറി എന്ന് പറയുന്നത് ചർച്ച ചെയ്തോ? അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാതിരിക്കാൻ CPM പ്രതിനിധിയെ ഒളിപ്പിച്ചു കൊണ്ടുപോയത് CPM പ്രവർത്തകർ തന്നെയാണെന്ന് CPM പ്രതിനിധി കൗൺസിലർ പറയുന്നത് ചർച്ച ചെയ്തോ? ഇല്ലല്ലോ. അങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിലുള്ള വിഷയങ്ങൾ ഇങ്ങനെ പറയാതിരിക്കൂ. നമ്മൾ എടുക്കുന്ന വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയിക്കൂ. അതല്ലേ ജനാധിപത്യ രീതി? നിങ്ങൾ എന്തിനെടുക്കുന്നു, നിങ്ങളുടെ രീതി എന്താണ്, നിങ്ങൾ എന്താണ് രീതി എന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. അത് കേരളത്തിലെ ജനങ്ങൾക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. അത് വേറെ വിഷയം. 2018 4 ബ്രൂവറികൾ വേണ്ടെന്ന് വെച്ചത് എങ്ങനെയാണ്? 2018 4 ബ്രൂവറി വേണ്ടെന്ന് വെച്ചാൽ എങ്ങനെയാണ് എന്താ വെച്ചത്? 2018 ആ മദ്യനയം വരുന്നതിന് മുമ്പ് ഉദ്യോഗ തലത്തിൽ തീരുമാനമെടുത്തപ്പോൾ ആ ഉദ്യോഗസ്ഥരല്ല തീരുമാനിക്കേണ്ടത്, തീരുമാനിച്ചു എന്നല്ല പറഞ്ഞത്. നടപ്പാക്കാനിരിക്കുന്നു. വലിയ നടപ്പിലാക്കാൻ പോകുന്നില്ലല്ലോ ഒരു കാര്യം. അതെ, മന്ത്രിസഭയോ സർക്കാരോ തീരുമാനിച്ചിട്ടില്ല. നയപരമായ തീരുമാനമില്ല. ഉദ്യോഗ തലത്തിൽ ചില തുടക്കങ്ങൾ ആരംഭിച്ചു. നിങ്ങൾ ഉദ്യോഗസ്ഥരല്ല ചെയ്യേണ്ടത്, എക്സൈസ് കമ്മീഷണറോ മറ്റു ഉദ്യോഗസ്ഥരല്ല ചെയ്യേണ്ടത്. അതിനിവിടെ മന്ത്രിസഭയുണ്ട്. ഞങ്ങൾ തീരുമാനിക്കും, നയപരമായ തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ടാ മാറ്റിയത്. കേരളത്തിൽ അന്നൊക്കെ ആർക്കും അതൊന്നും മറന്നുപോയിട്ടില്ല സജീഷ്. ഇതൊക്കെ തന്നെ പിൻവാതിലൂടെ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും. പല കാര്യങ്ങളും മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ശേഷം തീരുമാനങ്ങൾ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. അത് LDF സർക്കാരായാലും UDF സർക്കാരായാലും ചെയ്തിട്ടുള്ള കാര്യമാണ്. മാധ്യമങ്ങളുടെ ധർമ്മം അതൊക്കെ തന്നെയാണ്. നിങ്ങൾ ഇന്ന വിഷയം എടുത്തില്ലല്ലോ, ഇന്ന വിഷയം മാത്രമല്ലേ പറയുന്നത് പറയണ്ട. ഭരിക്കുന്നവർക്ക് നേരെ കുറച്ച് കൂടുതൽ വിമർശനം ഉണ്ടാവും സജീഷ്. അതിൽ അസഹിഷ്ണുത കാട്ടിയിട്ട് കാര്യമില്ല. കേന്ദ്രം ഭരിക്കുന്ന ആളുകളുണ്ട്, നന്നായി ചർച്ച നടത്താറുണ്ട്. മോദിക്കെതിരെ തന്നെ ഇഷ്ടംപോലെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വിഷയം ഇതായതുകൊണ്ട് ഇത് എടുക്കും അല്ലെ? നമ്മൾ ഈ ചർച്ച ഇത്രയും അതിന്റെ അവസാന ഘട്ടത്തിലാവുമ്പോൾ വിഷയത്തെ ചൊല്ലി തർക്കിക്കണം. പറയാനുള്ള പോയിന്റ് ഒക്കെ പറഞ്ഞ ശേഷം വിഷയത്തെ ചൊല്ലി തർക്കിക്കണോ? വിഷയത്തെ ചൊല്ലിയല്ല തർക്കിച്ചത്. സ്മൃതിയാണ് ഈ ചർച്ചയുടെ റൂട്ട് നിശ്ചയിക്കുന്നത്. സ്മൃതി പറഞ്ഞു പോകുന്ന വഴിയിലൂടെയാണ് ചർച്ച സഞ്ചരിക്കുന്നത്. റൂട്ട് എവിടുന്നാ മാറിയെന്നുള്ളത് സ്മൃതി ആലോചിക്കുക. മാറിയിട്ടൊന്നുമില്ല. എനിക്ക് ഞാൻ എന്റെ സംശയങ്ങൾ മുഴുവനായിട്ടാണ് ചോദിക്കുന്നത്. ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ ചോദ്യമായിട്ടൊക്കെ താങ്കൾ വ്യാഖ്യാനിക്കുന്നു. താങ്കൾക്ക് അത് പറയാം. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് ഇത്ര പ്രതിപക്ഷത്തിന്റെ ചോദ്യം അല്ലെന്നേ. അല്ല, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യമാണ്. അത് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. അതിന് മറുപടി പറയണ്ടേ? പ്രതിപക്ഷ നേതാവ് കുറെ നാളായി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം K-ഫോണിന്റെ കാര്യത്തിൽ കോടതി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറയെ ബന്ധപ്പെട്ട് കേരളത്തിലെ ഹൈക്കോടതി അദ്ദേഹത്തെ ഓടിച്ചിട്ടുണ്ട്. കുറെ നാളായില്ലേ തുടങ്ങി. ഒരേ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അവർക്കിടയിലെ മത്സരമായി വ്യാഖ്യാനിച്ചത്, അവർ പറയുന്ന ചോദ്യങ്ങൾക്ക്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോയിട്ട് കാര്യമുണ്ടോ? ആ വ്യാഖ്യാനമൊക്കെ വേറെ രാഷ്ട്രീയമായി നിശ്ചയിക്കാനും പരിഹസിക്കാനും ഒക്കെ പറ്റും. ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ടേ?
അല്ല, എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായി മറുപടിയും പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, കേരളത്തിൽ നിയമസഭ നടക്കുകയാണെന്ന് ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും ഒക്കെ അവിടെ ഇരിക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയൊക്കെയാണ്. അപ്പോൾ ഈ സഭയിൽ ഇത് എത്രത്തോളം കത്തിപ്പറ്റുമെന്ന് അറിയില്ല. സഭയിൽ കാണാമെന്ന് രണ്ടുപേരും വെല്ലുവിളിച്ചിട്ടുണ്ട്. നോക്കാം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ഒരു മറുപടി പറയുന്നതിന് ഒരു തടസ്സവും ഇല്ലാന്ന് കേരളത്തിന്റെ അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുള്ള മറുപടിയാണ്. വ്യക്തതയുള്ള മറുപടി ഉണ്ടായിട്ടില്ല പുറത്ത്. സജീഷ്, ഇവർക്കൊരാവശ്യമുണ്ട്. ആവശ്യം നടത്താനാണ് നിൽക്കുന്നത്. കർണാടകത്തിലെ കോൺഗ്രസ് നേതാവിന്റെ ബിയറും മദ്യവും മാത്രമേ കേരളത്തിൽ ദേശാഭിമാനിയും അതാണ് പറയുന്നത്. കർണാടക ലോബിക്ക് വേണ്ടി വിവാദത്തിന് പിന്നിൽ കർണാടകയിലെ സ്പിരിറ്റ് ലോബിയാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ BJP ഇതിൽ പെട്ടുപോവുകയാണോ? BJP എന്തിനാ പെട്ടുപോകുന്നത്? എത്രയോ വിഷയങ്ങളിൽ ഇടതുപക്ഷവും ഒരുമിച്ച് നിന്ന് BJPക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ്. അല്ല, ഞാനൊന്ന് പൂർത്തിയാക്കാം. ഞങ്ങൾ കുറേ നേരമായിട്ട് ഇരിക്കുകയാണല്ലോ. BJPയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഓരോ വിഷയങ്ങളിലും ഇടതുപക്ഷവും അതുപോലെ തന്നെ UDFും എടുക്കുന്ന നയം എന്താണെന്നുള്ളത്. BJPക്കെതിരാണെങ്കിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് BJPക്കെതിരായിട്ട് രാഷ്ട്രീയ നയം രൂപീകരിക്കുക എന്നുള്ളത് കുറേ കാലമായിട്ടുള്ളതാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? സ്മൃതി ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും മറ്റ് വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ക്രക്സിൽ നിന്ന് മാറിപ്പോവുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് സർക്കാരിന്റെ ഏതെങ്കിലും ഒരു നടപടിയെക്കുറിച്ചല്ലല്ലോ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സൂചിപ്പിക്കുന്നത്. ആ കമ്പനിയുടെ ഒരു മാനേജർ വന്ന് പറയേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നത് പോലെ തന്നെ എല്ലാം അല്ലാത്ത ഏത് കാര്യമാണ് ഞാൻ പറഞ്ഞത്? അല്ല, ഒന്ന് പറയൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അല്ലാത്ത മറ്റു വിഷയം ഞാൻ ഏതാ പറഞ്ഞത്? അതൊന്ന് പറയും. എനിക്ക് കേൾക്കാൻ താല്പര്യമുള്ളതുകൊണ്ടാണ്. ഈ ചർച്ചയിൽ മറ്റാരെങ്കിലും പരാമർശിക്കാത്ത ഒരു പുതിയ വിഷയം ഞാൻ കൊണ്ടുവന്നത് ഏതാണ്? താങ്കൾ പറയും. അല്ല, അവസാന ഭാഗത്ത് പറഞ്ഞതിനോടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഈ വിഷയമല്ലല്ലോ, ആ വിഷയമുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറയട്ടെ. സജീഷ് കുറെ സംസാരിച്ചില്ലേ, ഇനി അദ്ദേഹം പറയട്ടെ. അല്ല, ഞാൻ ഈ വിഷയവുമായി കഴിഞ്ഞ 10 മിനിറ്റിൽ കൂടുതലായി വേണമല്ലോ, അഭിപ്രായങ്ങൾ എല്ലാവരുടെയും സ്വീകരിക്കണമല്ലോ. ശരി, ഇനി അദ്ദേഹം പറയട്ടെ. കഴിഞ്ഞ 10 മിനിറ്റിൽ കൂടുതലായി ഈ ചർച്ച ചെയ്ത് വിഷയം ചർച്ച ചെയ്യണം എന്നാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സർക്കാർ ഒരു നടപടി സ്വീകരിക്കുന്നു, ഒരു നയം സ്വീകരിക്കുന്നു. ഒന്ന് വ്യക്തമായി പറയൂ. ഞാൻ ഈ വിഷയത്തിൽ നിന്ന് വിട്ട് ഏത് കാര്യമാണ് പറഞ്ഞത്? ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആക്ഷേപം ഉന്നയിക്കരുതല്ലോ. അല്ല, ഞാൻ ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് ഞാൻ മലയാള ഭാഷയിലല്ലേ പറഞ്ഞത്, ഈ വിഷയമല്ലാതെ. അതിനെ മറുപടി പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഞാൻ മലയാള ഭാഷയിലല്ലേ പറഞ്ഞത്. താങ്കൾ ഈ വിഷയത്തിൽ നിന്ന് മാറി മറ്റ് വിഷയങ്ങൾ ചർച്ചയുടെ ഭാഗമായി ഇപ്പോൾ എന്നോട് അങ്ങ് ശ്രമിക്കുന്നത് തന്നെയാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാനില്ല. ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 99-ൽ ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടുണ്ട്. അത് തിരുത്തുന്നതിൽ തെറ്റില്ല, അതവർക്ക് തിരുത്താം. പക്ഷെ ആർക്ക് വേണ്ടി തിരുത്തുന്നു എന്നുള്ള ആവേശം കാണുമ്പോഴാണ് നമ്മൾക്ക് സംശയമുള്ളത്. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കമ്പനിക്ക് കേന്ദ്ര അനുമതി ഉണ്ടെന്നാണല്ലോ പറയുന്നത് ഈ സർക്കാർ. എന്നാലൊന്ന് പുറത്തുവിടട്ടെ. ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ മുന്നിൽ പാലക്കാട് തുടങ്ങാൻ പോകുന്ന സ്ഥാപനത്തിന് വേണ്ടി അനുമതി നേടാൻ സമർപ്പിച്ചിട്ടുള്ള പത്രങ്ങളെ സംബന്ധിച്ച്, അതുമായി ബന്ധപ്പെട്ടുള്ള അനുമതികളെ സംബന്ധിച്ച് ഗ്രീൻ ട്രൈബ്യൂണലിന്റെ അനുമതി ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അത് എവിടത്തേക്കുള്ള അനുമതിയാണ്? ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുമതിയാണ്? ഏത് നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുമതിയാണ്? ഈ കമ്പനി ഈ സർക്കാരിന് മുൻപിൽ അവരുടെ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള അവർ ഈ നിലവിൽ രാജ്യത്ത് 21 കോടി ലിറ്റർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഭരിക്കുന്ന UPയിലും അതുപോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പൂട്ടുവോ നാളെ? പറ്റാത്ത കമ്പനിയല്ലേ, പൂട്ടുമല്ലോ. അതുകൂടി പറയും. അതാ പൂട്ടാത്തത്? അങ്ങ് ഈ പാനലിലെ മറ്റുള്ളവരോട് പറഞ്ഞ അതേ തിരിച്ചു പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങയുടെ സമയത്ത് ഞാൻ എന്തെങ്കിലും സംശയം ചോദിച്ചോ? സംശയമില്ലാത്ത അങ്ങ് പറഞ്ഞ ഓരോ വാചകങ്ങളിൽ ഞാൻ അതേ സംശയത്തോടെ തിരിച്ചു ചോദിക്കുകയാണ്. അങ്ങയുടെ ഈ തന്ത്രമുണ്ടല്ലോ,
അതായത് ആ കമ്പനിയെ എങ്ങനെയെങ്കിലും വെള്ളപൂശി ഡൽഹി അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അകത്ത് പോയിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കമ്പനി കേരളത്തിലേക്ക് വരുമ്പോൾ അങ്ങ് പറയുന്നത് 20ഓ 25ഓ കൊല്ലം മുമ്പ് 87ലോ 88ലോ 90ലോ ഒക്കെ തുടങ്ങിയിട്ടുള്ള ആ കാലഘട്ടങ്ങളിൽ ആരാ ഭരിച്ചതെന്ന് പരിശോധിച്ചോളൂ, നമുക്ക് നോക്കാമല്ലോ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനികൾ ആ സംസ്ഥാനത്തുണ്ട്. അതെല്ലാം പൂട്ടിക്കൊണ്ടുവരാനാണ് അങ്ങ് ആവശ്യപ്പെടുന്നത്. ഞാൻ അങ്ങയോട് തിരിച്ചു ചോദിക്കുന്നത്, ഇവിടെ തുടങ്ങാൻ പോകുന്ന കമ്പനിക്ക് നടക്കുന്ന കമ്പനികൾ ആ സംസ്ഥാനങ്ങൾ നോക്കട്ടെ. അവിടെ നിങ്ങൾക്ക് ഭരണമില്ലല്ലോ, അവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ അല്ലെന്ന് ഞാനെന്ന് അല്ല ഞാൻ മര്യാദ അല്ലല്ല അല്ല അങ്ങ് മര്യാദ വിടുന്നത് കൊണ്ട് ഞാൻ മര്യാദ വിടുമെന്ന് വിചാരിക്കേണ്ട. ഞാൻ മര്യാദയോട് കൂടിയിട്ടാണ് പറയുന്നത്. അങ്ങയുടെ സമയത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല, ഇടപെടേണ്ട. രണ്ടാമത്തത്, ഈ കമ്പനി പറയുന്നില്ല. ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഈ കമ്പനിയിലോട്ട് വരുമ്പോൾ സുതാര്യതയുണ്ടോ എന്നും എന്തിന് പാലക്കാട് വരുന്നു എന്ന ചോദ്യമാണ് ചോദിച്ചത്. പാലക്കാട് എന്തിന് തെരഞ്ഞെടുത്തു എന്ന ചോദ്യമാണ് ചോദിച്ചത് അല്ലേ? അങ്ങക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ സർക്കാരിലെ എന്റെ ധൈര്യമൊക്കെ അവിടെ വെക്ക്. താങ്കൾ രണ്ടാമത്തെ ഒരു കമ്പനിയുടെ പേര് പറയും. താങ്കൾ രണ്ടാമത്തെ കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത രാജ്യത്തെ പൊതുമേഖലാ കമ്പനികൾക്ക് എത്തനോൾ കൊടുക്കാനുള്ള രണ്ടാമത്തെ ഒരു കമ്പനിയുടെ പേര് താങ്കൾ പറയേ. അല്ല നിങ്ങൾ പറയേ. കേന്ദ്ര സർക്കാർ കേന്ദ്രാനുമതിയുള്ള കമ്പനിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കേന്ദ്രാനുമതിയുള്ള കമ്പനിയാണ്. ഈ കമ്പനി വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ ഡൽഹിയിൽ കേസുണ്ടായി, പഞ്ചാബിൽ കേസുണ്ടായി. അല്ലല്ല, ഒരു മിനിറ്റ്. അല്ലല്ല, കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോടാണ് ചോദ്യം. അല്ല, BJP പ്രതിനിധി അത് പറയണം. BJP പ്രതിനിധി ശ്രീ കൃഷ്ണദാസ്, ഒരു കാര്യം, UP-യിൽ പ്രവർത്തിക്കുമ്പോൾ പ്രശ്നമില്ലാത്ത കമ്പനി കേരളത്തിൽ വരുമ്പോൾ പ്രശ്നമുണ്ടാക്കുന്നത് കേരളത്തിൽ വ്യവസായത്തിന് തടസ്സം നിൽക്കുകയാണെന്ന വാദമാണ് അവർ പറയുന്നത്. അതിനുകൂടി മറുപടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം ഞാൻ തിരിച്ചു ചോദിക്കാൻ. പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനി പൂട്ടിയപ്പോൾ കേരളത്തിൽ പൂട്ടി എന്നുള്ളത് കൊണ്ട് ആ കമ്പനി രാജ്യത്ത് മുഴുവൻ പൂട്ടിയോ, ലോകത്ത് മുഴുവൻ പൂട്ടിയോ? ഒരു കമ്പനി ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ അവർ കാണിക്കുന്ന തെറ്റിനെ ആ സംസ്ഥാന സർക്കാരാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്. ആ സംസ്ഥാനത്ത് കുഴപ്പമുണ്ടെങ്കിൽ, പഞ്ചാബിൽ കുഴപ്പമുണ്ടായല്ലോ, പഞ്ചാബ് നടപടി സ്വീകരിച്ചില്ലേ, കൂട്ടിപ്പോയില്ലേ? അപ്പൊ നിങ്ങൾക്കതാ ഞാൻ തിരിച്ചു വെക്കുന്നത്. നിങ്ങൾ ഏത് ലോകത്തിരുന്നോണ്ടാണ് സംസാരിക്കുന്നത്? ഞാനതുകൊണ്ടാണ് തിരിച്ച് കേരളത്തിൽ ഈ കമ്പനി അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വെച്ചത്. അങ്ങ് പറഞ്ഞല്ലോ വലിയ കേരളത്തിൽ ഈ കമ്പനി തെറ്റ് കാണിക്കുന്നതിന് പഠനം നടത്തിയോ? എൻവയോൺമെന്റ് ഇമ്പാക്ട് പഠനം നടത്തിയോ സജീഷ്? പ്രാഥമികമായി നടത്തേണ്ടത് എൻവയോൺമെന്റ് ഇമ്പാക്ട് പഠനം നടത്തിയോ? ഈ കേരളത്തിൽ എങ്ങനെ ഈ കമ്പനി തെറ്റ് കാണിക്കും? ഇപ്പോ കേരളത്തിൽ എങ്ങനെ ഈ കമ്പനി ഇപ്പൊ തെറ്റ് കാണിക്കും? തെറ്റ് കാണിക്കാതിരിക്കാനല്ലോ അവർ നടപടി സ്വീകരിക്കുന്നത്. അവരുടെ അനുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കുന്ന രേഖകൾ പുറത്തുവിട്ടിട്ടെന്ന് നിബന്ധനകളും നിയമങ്ങളും എല്ലാം ആ പ്രാഥമികമായ അനുമതി കഴിയൂ. ശരി, നമുക്ക് നോക്കാം. ഏതായാലും ഇനി സഭയിലേക്കും വിഷയം വരികയാണല്ലോ. പ്രതിപക്ഷത്തിന് കൂടുതൽ തെളിവുകൾ, അഴിമതി എന്ന ആരോപണം ഉന്നയിക്കാനുള്ള തെളിവുകൾ പ്രതിപക്ഷത്തിന്റെ പക്കലുണ്ടോ എന്ന് നോക്കാം. തിരിച്ച് കൃത്യമായി കുറച്ചുകൂടി വ്യക്തമായ മറുപടി എക്സൈസ് മന്ത്രിക്കുമുണ്ടോ എന്ന് നോക്കാം. നമുക്ക് വരും ദിവസങ്ങളിലും ചർച്ച ചെയ്യാം. സജീഷ്, വളരെ നന്ദി. കെ രേവതി ബാബു, എരപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്, SK സജീഷ് CPM പ്രതിനിധി, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് BJP പ്രതിനിധി, NV ബാലകൃഷ്ണൻ രാഷ്ട്രീയ നിരീക്ഷകൻ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.